അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അമ്മാ ബഅദ്. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതിഹി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. ما أصاب من مصيبة في الأرض ولا في أنفسكم إلا في كتاب من قبل أن نبرأها إن ذلك على الله يسير. വേദിയിലുള്ള ബഹുമാന്യനായ അധ്യക്ഷൻ അസീസ് ക, നമ്മുടെ സംസ്ഥാന പ്രസിഡന്റ് PN, അതുപോലെ തന്നെ പാലക്കാട് ജില്ലാ സെക്രട്ടറി റഷീദ് സാഹിബ്, നമ്മുടെ സൗദി നാഷണൽ കമ്മിറ്റിയുടെ ചെയർമാൻ കൂടിയായ മൊഹമ്മൂട്ടിക്ക, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന രക്ഷിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ അതിമഹത്തായ അനുഗ്രഹത്താൽ അള്ളാഹു ഏറെ ഇഷ്ടപ്പെടുന്ന ഒരു ഇൽമിൻ്റെ മജ്ലിസിൽ ഒത്തുചേരാനുള്ള തൗഫീക്ക് നമുക്കെല്ലാവർക്കും ലഭിച്ചിരിക്കുകയാണ്. അൽഹംദുലില്ലാഹ്. അള്ളാഹു ഇവിടെ നമ്മൾ ചെലവഴിക്കുന്ന സമയം അത്രയും ഒരു സ്വാലിഹായ അമലായി നമ്മളിൽ നിന്നെല്ലാം സ്വീകരിച്ച് തക്കതായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ഇവിടെ നിങ്ങൾ അഭിസംബോധന ചെയ്യുന്ന സമയത്ത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. കാരണം ഇന്നിവിടെ വിജ്ഞാനവേദിയുടെ ഉദ്ഘാടനമാണ്. ഈ വിജ്ഞാനവേദിയുടെ ഉദ്ഘാടനത്തിന് നിങ്ങൾ വെച്ചിരിക്കുന്ന വിഷയം വിശ്വാസിയും പരീക്ഷണവും എന്നതാണ്. ആ വിഷയത്തെ അധികരിച്ചുകൊണ്ടാണ് എനിക്ക് നിങ്ങളോട് സംസാരിക്കാനുള്ളത്. ആ വിഷയം ഒരു പരിധിവരെ നിങ്ങൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നതിൻ്റെ ഒരുപാട് അടയാളങ്ങൾ ഇവിടെ കാണാൻ സാധിക്കുന്നു എന്നതാണ് ഞാൻ സന്തോഷം എന്ന് പറയാനുള്ള കാരണം. നമ്മുടെ ദഅവ രംഗത്ത് ഒട്ടനവധി സംഭാവനകൾ അർപ്പിച്ച ഒരു പ്രദേശമാണ് പുളിക്കൽ പ്രദേശം. അതിൽ സിയാങ്കണ്ടം അതിൻ്റേതായ പങ്ക് വഹിച്ചിട്ടുണ്ട്. നമ്മുടെ വലിയൊരു മഹല്ലാണ് ഇവിടെ. അങ്ങനെയുള്ള ഒരു മഹല്ലിൽ നമ്മുടെ പ്രബോധന രംഗത്ത് ഒട്ടനവധി പ്രതിസന്ധികളും പ്രയാസങ്ങളും ഒക്കെ ഉണ്ടായപ്പോഴും, പരീക്ഷണങ്ങൾ നമ്മളെ തേടി വന്നപ്പോഴും, ആ പരീക്ഷണങ്ങളുടെ മുമ്പിൽ പതറാതെ നാം ലക്ഷ്യം വെച്ചിടത്തേക്ക് ഉന്നം വെച്ചുകൊണ്ട് മുന്നോട്ട് പോകുവാനുള്ള ഒരു ത്രാണിയും തൻ്റെ ഇടവും കാണിച്ച ഒരു കൂട്ടം ആളുകളാണ് എൻ്റെ മുമ്പിൽ ഇരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, പരീക്ഷണത്തിൻ്റെ അടിസ്ഥാന പാഠങ്ങൾ നമ്മുടെ മനസ്സുകളിൽ ഉള്ളതുകൊണ്ടാണ് ഏതൊരു പരീക്ഷണത്തിൻ്റെ മുന്നിലും പകച്ചു നിൽക്കുകയല്ല, എങ്ങനെ മുന്നോട്ട് പോകാൻ കഴിയും എന്നതിനെക്കുറിച്ച് ചിന്തിക്കലാണ് യഥാർത്ഥത്തിൽ വിശ്വാസികൾ ചെയ്യേണ്ടത്. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് തന്നെ പരീക്ഷണങ്ങൾക്ക് മുമ്പിൽ പതറാതെ ആ പരീക്ഷണങ്ങളെ കൂടി ഒരു സ്റ്റെപ്പിംഗ് സ്റ്റോണായി, ഒരു ചവിട്ടുപടിയായി, ലക്ഷ്യത്തിലേക്കുള്ള ഒരു ഊന്നുപടിയായി സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോയ ഇന്നലകളാണ് നമ്മുടെ സംഘടനക്കുള്ളത്. അത് സംസ്ഥാനാടിസ്ഥാനത്തിൽ തന്നെ നോക്കിയാൽ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നൊരു കാര്യമാണ്. കുറേയധികം പ്രതിസന്ധികൾ നമ്മൾ നേരിട്ട് നമ്മളെ എല്ലാവരെയും വ്യത്യസ്തമായ ആക്ഷേപങ്ങൾ, ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുറത്തു നിർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായപ്പോഴും അതിൽ പരിഭവിക്കാതെ ആ ഒരു സന്ദർഭത്തെ കൂടി എങ്ങനെ നമ്മുടെ യഥാർത്ഥ ലക്ഷ്യത്തിലേക്ക്, ജീവിത ലക്ഷ്യത്തിലേക്ക്, നമ്മുടെ പ്രസ്ഥാനം മുന്നോട്ട് വെച്ച ലക്ഷ്യത്തിലേക്ക് പോകാൻ എങ്ങനെ ഈ സന്ദർഭത്തെ പ്രയോജനപ്പെടുത്താൻ കഴിയും എന്നാണ് നമ്മൾ ചിന്തിച്ചത്. അങ്ങനെയാണ് ഈ ചുരുങ്ങിയൊരു 13 വർഷത്തിനുള്ളിൽ നമുക്ക് ഒരുപാട് മേഖലകൾ കവർ ചെയ്താൻ കഴിഞ്ഞത്. അതിലേറ്റവും സുപ്രധാനമായതാണ് നമ്മുടെ ജാമിയ അൽ ഹിന്ദ്, അതിൻ്റെ ബോയ്സ് സ്ഥാപനം, അതുപോലെ അതിൻ്റെ ലേഡീസിൻ്റെ സ്ഥാപനം, അതുപോലെ തന്നെ മുക്കത്ത് നമ്മുടെ ഗ്രീൻ വാലി സ്ഥാപനങ്ങൾ, ഓൺലൈനിൽ 24 മണിക്കൂറും വർക്ക് ചെയ്യുന്ന നമ്മുടെ റേഡിയോ സംവിധാനം, അങ്ങനെ തുടങ്ങി ചെറുതും വലുതുമായ ഒട്ടനവധി സ്ഥാപനങ്ങൾ, പള്ളികൾ, മദ്രസകൾ ഒക്കെ ഈ ചുരുങ്ങിയ സമയത്തിനുള്ളിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നമുക്ക് പൂർത്തീകരിക്കാൻ അൽഹംദുലില്ലാഹ് സാധിച്ചു. ഈ കഴിഞ്ഞ റമദാനിന് മുമ്പൊക്കെ PNനെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഓരോ ദിവസവും പള്ളി ഉദ്ഘാടനങ്ങൾ കൊണ്ട് തിരക്കായ ഒരു സന്ദർഭമായിരുന്നു. അതിൻ്റെ അതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഒരു പള്ളിയും മദ്രസയും ഒരു പ്രദേശത്ത് ഉണ്ടാവുക എന്ന് പറഞ്ഞാൽ അവിടെ അത് നെഞ്ചിലേറ്റിയ, ആദർശം നെഞ്ചിലേറ്റിയ ആളുകൾ ഉണ്ട് എന്നതിൻ്റെ ഒരു തെളിവാണത്. ഒരു തമാശക്കാരും ഭൂമി വാങ്ങൂല, തമാശക്കാരും പള്ളി ഉണ്ടാക്കൂല, തമാശക്കാരും മദ്രസ ഉണ്ടാക്കൂല. അത് അത്രയും ആഴത്തിൽ ഈ ആശയം
മനസ്സിൽ വേരൂന്നുമ്പോഴാണ് അതിനുള്ള ഒരു സ്ഥാപനം ഉണ്ടാകണം, അതിനുള്ളൊരു മദ്രസ ഉണ്ടാകണം, അതിന് കുറച്ച് ഭൂമി വേണം എന്നൊക്കെ ജനങ്ങൾ ചിന്തിക്കുക. അങ്ങനെ ചിന്തിച്ചു എന്ന് മാത്രമല്ല, ഒരുപാട് സ്ഥലങ്ങളിൽ അതിനുള്ള സ്ഥാപനങ്ങൾ വന്നു എന്നതൊക്കെ ഈ പരീക്ഷണങ്ങളെ ചവിട്ടുപടിയാക്കിക്കൊണ്ട് ലക്ഷ്യത്തിലേക്ക് കുതിക്കുവാനുള്ള ഒരു ശ്രദ്ധ നമ്മളുടെ കൂട്ടായ്മ കാണിച്ചു എന്നത് തന്നെയാണ്. അൽഹംദുലില്ലാ അതിൻ്റെയൊക്കെ ഓരോ ചെറിയ ചെറിയ വിങ്ങുകളും വകുപ്പുകളും ഒക്കെയായി നമ്മൾ പ്രവർത്തിച്ചു വന്ന് നമ്മുടെ സംസ്ഥാന സമ്മേളനം കോഴിക്കോട് നടന്നു. പിന്നീട് യൂത്തിൻ്റെ സമ്മേളനം മലപ്പുറത്ത് നടന്നു. അതിനുശേഷം നമ്മുടെ പെരിന്തൽമണ്ണയിൽ നമ്മുടെ വിദ്യാർത്ഥികളുടെ സമ്മേളനം എല്ലാ വിദ്യാർത്ഥി സംഘടനകളെയും അതിശയിപ്പിക്കുന്ന രീതിയിൽ മുജാഹിദ് വിദ്യാർത്ഥി സമൂഹം മൊത്തത്തിൽ അതിൻ്റെ ഒരു പരിച്ഛേദം പെരിന്തൽമണ്ണ ആ വിശാലമായ പ്രദേശത്ത് നമ്മൾ കാണുകയുണ്ടായി. അതൊക്കെ കഴിഞ്ഞ് ഇനി ഇതിൻ്റെ ഒക്കെ ഒരു ആസ്ഥാനം എന്ന നിലക്ക് ഇൻഷാ അല്ലാഹ് നമ്മുടെ കോഴിക്കോട് നഗരത്തിൻ്റെ ഹൃദയത്തിൽ നമ്മൾ വാങ്ങിയ ഭൂമിയിൽ അതിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. വിസ്ഡം ഹൗസ് എന്ന പേരിൽ നമ്മളത് തുടങ്ങി. ഈ മഴയത്ത് പോലും അതിൻ്റെ പ്രവർത്തനങ്ങൾ അൽഹംദുലില്ലാ മുന്നോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഞങ്ങൾ വരുന്നത് ഇന്ന് രാവിലെ മുതൽ ഏകദേശം ഒരു 4-4:30 വരെ നമ്മുടെ സംസ്ഥാന എക്സിക്യൂട്ടീവ് കോഴിക്കോട് നടന്നിരുന്നു. അത് കഴിഞ്ഞാണ് വരുന്നത്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ഭാഗം ചർച്ച ചെയ്തത് അതുമായി ബന്ധപ്പെട്ടുള്ള പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഇതൊക്കെ അള്ളാഹുവിൻ്റെ ഒരു കാവൽ നമുക്കുള്ളത് കൊണ്ട് തന്നെ ഈ ഒരു ആശയവും ഈ ഒരു ആദർശവും അതിനുള്ള സത്യസന്ധമായി പ്രവർത്തിക്കുന്ന ഒരു കൂട്ടായ്മയും ഇവിടെ നിലനിൽക്കണമെന്ന് റബ്ബുൽ ആലമീൻ തീരുമാനിച്ചതിൻ്റെ ഭാഗമായി കൊണ്ടാണ് ഈ കാര്യങ്ങളൊക്കെ നമുക്ക് പൂർത്തീകരിക്കാൻ സാധിക്കുന്നത്. ആ ഒരു മൊത്തത്തിലുള്ള മുന്നോട്ട് പോക്കിൽ അതിൻ്റെ ഭാഗമായി ചേർന്ന് നിന്നുകൊണ്ട് ഈ സിയാങ്കണ്ടത്തും നിങ്ങൾ ഇതുപോലെ ഒരു മദ്രസ സംവിധാനത്തിന് സ്ഥലം എടുത്തു. അതിന് നിങ്ങൾ തന്നെ അതിന് സമ്പത്ത് കണ്ടെത്തി ഇത്രയും നല്ലൊരു ബിൽഡിങ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് നിങ്ങൾക്ക് നേരത്തെ PN പറഞ്ഞതുപോലെ ഒരു ഞൊടിയിടയിൽ എന്ന് പറയാവുന്ന രീതിയിൽ തന്നെ ഈ രീതിയിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. അതിൽ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു എന്ന് മാത്രമല്ല, സാധാരണ ഒരു ബിൽഡിങ് മൊത്തത്തിൽ മുസ്ലിം സമുദായത്തിനെ പറ്റി പറയാനുള്ളൊരു നെഗറ്റീവ് എന്താണെന്ന് ചോദിച്ചാൽ, ആദ്യം ബിൽഡിങ്ങിൻ്റെ പ്ലാൻ ഉണ്ടാക്കിങ്ങാണ്ട് പണി തുടങ്ങുക ചെയ്യുക, എന്നിട്ടാണ് ആ ബിൽഡിങ്ങിൽ എന്താ വേണ്ടതെന്ന് ചിന്തിക്കലെന്ന് അങ്ങനെ പലപ്പോഴും പറയലുണ്ട്. അത് മൊത്തത്തിൽ ശരിയൊന്നുമല്ല, എന്നാൽ ചില സ്ഥലത്തൊക്കെ അങ്ങനെ ഉണ്ടാവാം. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഈ ഒരു സ്ഥാപനം വർഷങ്ങൾക്ക് മുമ്പ് 1-2-3 വർഷങ്ങൾക്ക് മുമ്പ് എന്ത് ചെയ്തിട്ടുണ്ട്, ചെറിയ രീതിയിൽ ഒരു വീട്ടിൽ തുടങ്ങി വെച്ചിട്ടുണ്ട് എന്നാണ് മനസ്സിലാകുന്നത്. അങ്ങനെ തുടങ്ങി വെച്ച് കുറച്ച് കുട്ടികളെ കൊണ്ട് തുടങ്ങിയത് പിന്നെ തൊട്ടടുത്ത വർഷം തന്നെ ആയപ്പോൾ അതിൻ്റെ എത്രയോ ഇരട്ടി കുട്ടികൾ വന്ന് ഇപ്പം ഈ വർഷത്തിലേക്ക് എത്തുമ്പോൾ 100 ചില്ലാനം കുട്ടികൾ ഇവിടെ അഡ്മിഷന് വന്ന്. അപ്പോൾ കുട്ടികൾ വരുന്നതിന് മുമ്പ് തന്നെ ഇവിടെ ഈ ബിൽഡിംഗ് ഉണ്ടാകുന്നതിന് മുമ്പ് തന്നെ കുട്ടികളുടെ പ്രവർത്തനങ്ങളും അതിൻ്റെ മദ്രസയും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അതൊരു നല്ല ലക്ഷണമാണ്. അത് പള്ളിയാണെങ്കിലും മദ്രസയാണെങ്കിലും ഒക്കെ അവിടെ ആ പള്ളി യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ, ആ മദ്രസ യാഥാർത്ഥ്യമായി കഴിഞ്ഞാൽ അവിടെ നടക്കേണ്ട കാര്യങ്ങൾ എന്താണോ അത് അവിടെ തുടങ്ങി വെച്ചതിന് ശേഷം ഈ ബിൽഡിങ്ങുകൾ പൂർത്തീകരിക്കുക എന്നുള്ളതൊരു വലിയ ബറക്കത്തുള്ള കാര്യമാണ്. നമ്മൾ പിന്നെ ഇവിടെ കുറേ കാരണന്മാരുണ്ടല്ലോ, നമ്മൾക്കൊക്കെ കേട്ടറിവേ ഉള്ളൂ, നിങ്ങൾക്കൊക്കെ അനുഭവിച്ച അറിവുണ്ടാവും. നമ്മളെ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ ഇന്നുയർന്നു നിൽക്കുന്ന ഏതൊരു സ്ഥാപനത്തിൻ്റെയും പഴയകാല ചരിത്രം എടുത്ത് പരിശോധിച്ചാൽ അതൊക്കെ തുടങ്ങിയത് ഒരു ഓലഷെഡിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു വാടക റൂമിലോ ഒക്കെ ആയിരിക്കും. പിന്നെയാണ് അത് എന്ത് ചെയ്തത്, നല്ല ബിൽഡിങ്ങിലേക്കും കാര്യങ്ങളിലേക്കും മാറി വന്നത്. ഇപ്പോൾ നമ്മുടെ ജാമിയ അൽ ഹിന്ദ്, ആ ജാമിയ അൽ ഹിന്ദ് തുടങ്ങിയത് നമ്മൾ വാടകയ്ക്കുള്ള സ്ഥലങ്ങളിലാണ്. പെരിന്തൽമണ്ണക്കടുത്തുള്ള ഒരു ഹോസ്പിറ്റലിൻ്റെ കെട്ടിടത്തിലാണ് നമ്മൾ എന്ത് ചെയ്തത്, ഒരു നല്ല കാലം അത് നമ്മളെ കുട്ടികൾ പ്രയാസം സഹിച്ചുകൊണ്ട് അവിടെ പഠിച്ചത്. അതാണ് ഇന്ന് കാണുന്ന ജാമിയ അൽ ഹിന്ദായിട്ട് അൽഹംദുലില്ലാഹ് തല ഉയർത്തി നിൽക്കുന്നത്. അപ്പോൾ ചെറുതായി തുടങ്ങി വലുതാവുക എന്നതാണ് ഒരു സ്ഥിരതയുള്ള പ്രൊജക്റ്റിൻ്റെ, സ്ഥിരതയുള്ള സംവിധാനത്തിൻ്റെ ലക്ഷണം എന്ന് പറയുന്നത്. ഇത് മൊത്തത്തിൽ നമ്മുടെ സമൂഹത്തിൽ കാണുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്ന് ബേക്കറികൾ തുടങ്ങുന്നു, ഹോട്ടലുകൾ തുടങ്ങുന്നു, എവിടെയും കുഴിമന്തി എന്ന് പറഞ്ഞ ബോർഡ് നമുക്ക് എവിടെയും കാണാൻ പറ്റും, അല്ലേ? ബേക്കറികൾ കാണാൻ പറ്റും. ഒക്കെ ഗംഭീരമായിട്ട് ഇങ്ങോട്ട് വരും, നല്ല ഡെക്കറേഷനും പരിപാടിയും കാര്യങ്ങളൊക്കെ ആയിട്ട്. ഒരു 6 മാസം കഴിഞ്ഞ് അതിൽ പോകുമ്പോൾ കാണാം ബോർഡൊക്കെ ഉറങ്ങി തൂങ്ങി, പിന്നെ ഫർണിച്ചറൊക്കെ പുറത്തേക്ക് ഇട്ട് ആകെ ഇല്ലാതെയിട്ടുണ്ടാവും. പിന്നെ അവിടെ വേറെ എന്തെങ്കിലും പരിപാടി വരുന്നുണ്ടാവും. അതൊക്കെ എന്താ വെച്ചാൽ അങ്ങനെയല്ല വേണ്ടത്. ഒരു സംഗതി എന്താണോ അവിടെ നടക്കേണ്ടത് അത് ആദ്യം എന്ത് ചെയ്യുന്നു, തുടങ്ങുന്നു, പിന്നെ അതിനാവശ്യമായ സൗകര്യങ്ങൾ ഉണ്ടാക്കുന്നു. ആ ഒരു തത്വം വെച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങൾ ഈ സിയാങ്കണ്ടത്ത് തുടങ്ങി വെച്ച ഈ മദ്രസ നല്ല ലക്ഷണം ഉള്ളതാണ്. അത് ഇവിടെ കുട്ടികൾ ഇപ്പോൾ തന്നെ ഇതിലേക്ക് വന്നു, ഇത് പഠിക്കാൻ വേണ്ടി വന്നു എന്നത് ഈ ഒരു മദ്രസയുടെ ലക്ഷ്യത്തെ നമുക്ക് സാക്ഷാത്കരിക്കുന്നതാണ്. അൽഹംദുലില്ലാഹ് അതിനൊരു ബിൽഡിങ്ങും അതിൻ്റെ കൂടെ നിങ്ങൾ ഇത്രയും പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നത് ഒരു ചെറിയ കാര്യമല്ല. അള്ളാഹു ഇതിനു വേണ്ടി പ്രവർത്തിച്ച എല്ലാവർക്കും
അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുകയാണ്. ഈ സിയാങ്കണ്ടം എന്ന് പറയുന്ന പ്രദേശം ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിടത്തോളം പല നിലക്കും ഒരു ഓർമ്മയാണ്. ഞാൻ ഈ സിയാങ്കണ്ടം പള്ളിയിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. അത് കിടന്നുറങ്ങിയത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒന്ന് രണ്ട് ക്യാമ്പുകൾക്ക് വന്നിട്ടുണ്ട്. അതിലുപരി നമ്മുടെ MSMൻ്റെ സംസ്ഥാന കൗൺസിൽ, ഇവിടെ 3 ദിവസങ്ങളിൽ നടക്കുന്ന കൗൺസിൽ നമ്മുടെ സയ്യിദ് മുഹമ്മദ് ഷാക്കിർ ഭാരവാഹിയാകുന്ന കാലത്താണ് ഈ പള്ളിയിൽ വെച്ച് നടത്തിയത്. ആ പള്ളീൻ്റെ ഉള്ളിൽ വെച്ചുകൊണ്ട് അതിൻ്റെ ഭരണഘടന ഉണ്ടാക്കുന്ന ഒരു സമയം കൂടിയായിരുന്നു. അപ്പോൾ ആ സമയമായതുകൊണ്ട് ദീർഘമായി ചർച്ച ചെയ്ത് രാത്രി ഒരുപാട് സമയം ചെലവഴിച്ചതൊക്കെ ഈ പള്ളിയുടെ ഉള്ളിലിരുന്നു കൊണ്ട് നടത്തിയത് ഞങ്ങളുടെയൊക്കെ ഓർമ്മയിലുണ്ട്. അതുപോലെ തന്നെ മാത്രമല്ല, ഇത് ഈ ഒരു യാത്ര ചെയ്യുന്ന പ്രദേശത്ത് ഈ പള്ളി എന്ന് പറയുന്നത് ഏതൊരു മുജാഹിദ് പ്രവർത്തകനും ഒരു അഭിമാനത്തോടു കൂടി നോക്കുന്ന ഒരു പ്രദേശം കൂടിയാണ്. കാരണം നല്ല പാർക്കിംഗ് സൗകര്യമുള്ള പള്ളി. അതിലുപരി നമ്മൾ ഏത് സംസ്ഥാന പരിപാടി ഉണ്ടെങ്കിലും ആ പരിപാടിയുടെ വലിയൊരു ബോർഡ് ഇതിൻ്റെ ചുമരുമുണ്ടാവും. ഈ പള്ളിൻ്റെ ചുമരുമേ ആ സമ്മേളനത്തിൻ്റെയും കാര്യം. അത് ഞങ്ങൾക്കൊക്കെ വേറെയുള്ള സ്ഥലങ്ങളിൽ നിന്നൊക്കെ അതിൽ യാത്ര ചെയ്യുമ്പോൾ അതൊരു വലിയ കാഴ്ചയായിരുന്നു. അതൊക്കെ എൻ്റെ മനസ്സിലുള്ള ഒരു സിയാങ്കണ്ടത്തെ പറ്റി പറയുമ്പോൾ ഉണ്ടാകുന്ന ചില ഓർമ്മകൾ ഞാൻ പറഞ്ഞു എന്ന് മാത്രം. ഏതായിരുന്നാലും അങ്ങനത്തെ ഒരു പ്രദേശത്ത് ഈ വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ്റെ പ്രവർത്തകന്മാർ ഒന്നിച്ചുകൂടി അതിൻ്റെയൊക്കെ ഒരു തുടർച്ച എന്ന നിലക്ക് തന്നെ ഇവിടെ വളർന്നു വരാൻ തുടങ്ങുന്നു എന്നതിൽ ഉള്ള സന്തോഷം ഞാൻ നിങ്ങളോട് പ്രത്യേകം അറിയിക്കുകയാണ്. ഏതായാലും അൽഹംദുലില്ലാ, ഈ മദ്രസയും ഇന്നിവിടെ ആരംഭിക്കുന്ന വിജ്ഞാനവേദിയും അതും തന്നെ നിങ്ങളെ കാഴ്ചപ്പാടിനെ അടയാളപ്പെടുത്തുന്നതാണ്. ഈ ബിൽഡിങ്ങുകൾ, സാധാരണ മദ്രസ ബിൽഡിങ്ങുകൾ ഉണ്ടായിക്കഴിഞ്ഞാൽ അതിനുണ്ടാകുന്ന എന്താണ് അതിനെ ഉപയോഗിക്കേണ്ട വാക്ക് എന്ന് എനിക്കറിയില്ല, ഒരു ശാപെന്ന് വേണമെങ്കിൽ പറയാം. കാരണം എത്രയോ ലക്ഷങ്ങൾ ചെലവഴിച്ചുകൊണ്ടാണ് നമ്മൾ മദ്രസ ബിൽഡിങ്ങുകൾ ഉണ്ടാക്കുക. അതുണ്ടാക്കി കഴിഞ്ഞിട്ട് അത് ആകെ പ്രയോജനപ്പെടുത്തൽ എപ്പോഴാണെന്ന് ചോദിച്ചാൽ ആകെ രാവിലത്തെ 1 മണിക്കൂർ 2 മണിക്കൂർ മാത്രമാണ്. പിന്നെ ബാക്കി സമയം മുഴുവൻ എന്ത് ചെയ്യും, അത് അടച്ചിടുന്നൊരു സ്വഭാവമാണ് പൊതുവെ ഉണ്ടാവാറുള്ളത്. ഇപ്പോൾ സംഭവിക്കണം എന്താ വെച്ചാൽ ഡെയിലി ഉള്ള മദ്രസകൾ പോലും എന്ത് ചെയ്യുന്നു, ശനി ഞായറുകളിലേക്ക് വരുന്നു. അത് ശനിയും പോയി വെറും ഞായറിലേക്ക് വരുന്ന അവസ്ഥ ഉണ്ട്. അപ്പോൾ ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് എന്ത് ചെയ്യുന്നത്, പല ബിൽഡിങ്ങുകളും ഉപയോഗപ്പെടുത്തുന്നത്. അപ്പോൾ അതിൽ നിന്ന് മാറിയിട്ട് ഈ ബിൽഡിങ് അള്ളാൻ്റെ ദീനിൻ്റെ പ്രചാരണങ്ങൾക്ക് വേണ്ടി പരമാവധി പ്രയോജനപ്പെടുത്തുക എന്നൊരു കാഴ്ചപ്പാടിൻ്റെ ഭാഗം കൂടിയാണ്. ഇവിടെ ഒരു കേവലം മദ്രസ നടന്നാൽ പോരാ, ഇവിടെ എന്ത് ചെയ്യണം, വിജ്ഞാനവേദികൾ നടക്കണം, ക്ലാസ്സുകൾ നടക്കണം എന്ന ഒരു തീരുമാനം നിങ്ങൾ എടുത്തു എന്നതുകൊണ്ടാണ് ഇങ്ങനെ ഒരു വിജ്ഞാനവേദിക്ക് കൂടി അൽഹംദുലില്ലാ ഇവിടെ തുടക്കം കുറിച്ചത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അത് ആ വിജ്ഞാനവേദിയിൽ മാത്രം നിൽക്കുന്ന പറ്റൂല. ഇത് ഒരു സിയാങ്കണ്ടം ശാഖ എന്ന നിലക്കല്ല യഥാർത്ഥത്തിൽ ഞാനിതിനെ മനസ്സിലാക്കുന്നത്. മറിച്ച് ഇവിടെ ഈ ചെറുകാവ് മണ്ഡലത്തിൻ്റെ ഒരു കേന്ദ്രം, ഒരു മണ്ഡലത്തിൻ്റെ ഒരു സിരാകേന്ദ്രം എന്ന നിലക്ക് തന്നെ ആയിരിക്കും ഇൻഷാ അല്ലാഹ് ഇതുള്ളത് എന്നാണ് ഞാൻ മനസ്സിലാകുന്നത്. അതുകൊണ്ട് ഈ മണ്ഡലത്തിന് മൊത്തത്തിൽ ഒരു വെളിച്ചം നൽകുന്ന രീതിയിൽ ഈ ഒരു കേന്ദ്രവും ഈ ഒരു ബിൽഡിങ്ങും നിങ്ങൾ പ്രയോജനപ്പെടുത്തണം. നമ്മളെ മണ്ഡലത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളും, അതിൻ്റെ ക്യാമ്പുകളും കൗൺസിലുകളും അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള പ്രോഗ്രാമുകളും, അങ്ങനെ ഈ ഒരു ബിൽഡിങ് എത്രത്തോളം ദീനീ കാര്യങ്ങൾക്ക് നമുക്ക് എൻഗേജ് ചെയ്യാൻ പറ്റും എന്നത് നിങ്ങൾ ആലോചിക്കുകയും അതിനാവശ്യമായ പദ്ധതികൾ, ഇപ്പോൾ നമ്മുടെ കുട്ടികളുടെ CRE ഇപ്പോൾ തുടങ്ങുന്ന സംഘമാണ്. ഇവിടെ തുടങ്ങിയിട്ടുണ്ടാവുമെന്നാണ് വിചാരിക്കുന്നത്. ഇല്ലെങ്കിൽ ഉണ്ടാകണം, ഇല്ലെങ്കിൽ അതുണ്ടാകണം. കാരണം അതൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മുടെ പെരിന്തൽമണ്ണ സമ്മേളനത്തിന് ശേഷം നമ്മളെടുത്തൊരു തീരുമാനമാണ് എല്ലാ ശാഖാ കേന്ദ്രങ്ങളിലും ആ സമ്മേളനങ്ങളിൽ പങ്കെടുത്ത മുഴുവൻ കുട്ടികളെയും വിളിച്ചു ചേർത്തുകൊണ്ടുള്ള വിദ്യാർത്ഥി ചത്വരം എന്ന പേരിൽ ഒരു ശാഖയിൽ പ്രോഗ്രാം സംഘടിപ്പിക്കണമെന്നും അത് പിന്നീട് CRE കണ്ടിന്യൂയിങ് റിലീജിയസ് എഡ്യൂക്കേഷനായി പരിവർത്തിപ്പിക്കപ്പെടണമെന്നതും നമ്മുടെ തീരുമാനമാണ്. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യണം, ഒരു CRE കേന്ദ്രമായി ഇതും മാറണം. ഇവിടെ അതിനൊരു സമയം കണ്ടെത്തണം. അങ്ങനെ പരമാവധി ഈ ബിൽഡിങ്ങിന് ദീനിയായ കാര്യങ്ങൾക്ക് വേണ്ടി പ്രയോജനപ്പെടുത്തുക എന്ന കാഴ്ചപ്പാട് നമുക്കുണ്ടാകണം. അതിൻ്റെ ഒരു ഭാഗം തന്നെയാണ് അൽഹംദുലില്ലാ ഈ വിജ്ഞാനവേദി ഇവിടെ തുടങ്ങി വെക്കുന്നത് എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായിരുന്നാലും ഈ വിജ്ഞാനവേദി ആകട്ടെ, മദ്രസയാകട്ടെ, CRE ആകട്ടെ, ഇതെല്ലാം തുടങ്ങുമ്പോഴും നിങ്ങൾ വിചാരിക്കുന്നതിലപ്പുറം വലിയ സ്വാധീനമുള്ള ഒരു സംരംഭമാണ് നമ്മൾ ഈ തുടങ്ങി വെക്കുന്നത് ഈ കാലഘട്ടത്തിൽ എന്ന ഒരു ഓർമ്മ നമുക്കുണ്ടാകണം എന്ന് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. കാരണം എന്താ വെച്ചാൽ ഇന്ന് നമ്മുടെ മുസ്ലിം കമ്മ്യൂണിറ്റി അഭിമുഖീകരിക്കുന്ന വെല്ലുവിളികൾ വ്യത്യസ്തങ്ങളാണ്. ആ വെല്ലുവിളികൾ, ഏറ്റവും പ്രധാനപ്പെട്ട വെല്ലുവിളി എന്താണെന്ന് ചോദിച്ചാൽ, നമ്മളൊരു വെല്ലുവിളി അഭിമുഖീകരിക്കുന്നു എന്നതും നമ്മളൊരു അപകടത്തിൽ നമ്മളും നമ്മുടെ കുടുംബവും അകപ്പെട്ടിരിക്കുന്നു എന്നതും മനസ്സിലാകാതെ പോകുന്ന ആ മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ എണ്ണം വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ്.
നമ്മളൊരു ചളിയിൽ പൂന്തിക്കൊണ്ടിരിക്കുകയെന്ന് വിചാരിക്കാം. ഒരു ചളിയിൽ നമ്മളിങ്ങനെ പൂന്തിക്കൊണ്ടിരിക്കുകയാണ്. ആ ചളിയിൽ ഇങ്ങനെ പൂന്തി പോകുന്ന സമയത്ത് നമുക്ക് തോന്നുകയാണ് എന്ത്, ഞാൻ ചളിയിൽ പൂന്തൊന്നുമല്ല, എന്തോ ഒരു രസമുള്ള സ്ഥലത്തേക്ക് ഇങ്ങനെ ഇറങ്ങി പോകുക എന്ന് കരുതി അങ്ങനെ ആസ്വദിച്ച് നിന്നാൽ എങ്ങനെ ഉണ്ടാവും? യഥാർത്ഥത്തിൽ ചളിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ ആ ചളിയിലേക്ക് ആഴ്ന്നു പോകുന്നതിനെ എന്തോ ഒരു സുഖമുള്ള യാത്രയായി നമ്മൾ ഫീൽ ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? ഇതുപോലെയാണ് ഇന്ന് മുസ്ലിം സമുദായത്തിൻ്റെ അവസ്ഥ എന്ന് പറയുന്നത്. അതായത് ഈ ലിബറലിസം എന്ന് പറയുന്ന ആ ഒരു വലയത്തിൽ നമ്മൾ അകപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു മലമ്പാമ്പുകളൊക്കെ ആൾക്കാരെ വിഴുങ്ങിയ കഥകൾ നമ്മൾ വായിക്കാറുണ്ട് സാധാരണ. അതായത് വിഴുങ്ങുമ്പോൾ ഒരു തണുപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, കാലിൻ്റെ അവിടെ നിന്നൊക്കെ ഇങ്ങനെ വിഴുങ്ങി വരുമ്പോൾ. ഇത് ഒരു പാമ്പ് വിഴുങ്ങുമെന്ന് എന്ത് ചെയ്യൂല, മനസ്സിലാവൂല. പിന്നെ അവസാനം വിഴുങ്ങി ഈ കഴുത്തിൻ്റെ അവിടെ നിന്ന് കെട്ടി മൂക്കിൻ്റെ അവിടെ വരുമ്പോഴാണ്, ശ്വാസം കിട്ടാതെ ആകുമ്പോഴാണ് എന്തോ സാധനം വിഴുങ്ങിക്കണമെന്ന് തോന്നുകയാണ്. അപ്പോഴേക്ക് കുടയാൻ നോക്കിയാൽ എന്ത് ചെയ്യൂല, പിന്നെ കുടയാൻ കിട്ടൂല, പിന്നെ കഴിയില്ല. അപ്പോഴേ നമ്മൾ മുഴുവൻ വിഴുങ്ങി കഴിഞ്ഞിട്ടുണ്ടാവും. ഇതേപോലെയാണ് ഇന്ന് ഈ ലിബറലിസം പ്രത്യേകിച്ച് മുസ്ലിം കമ്മ്യൂണിറ്റിയുടെ ഉള്ളിലേക്ക് കടന്നു വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം എന്താണെന്ന് ചോദിച്ചാൽ, മതനിരാസത്തിലേക്കും മതനിഷേധത്തിലേക്കും ഒറ്റയടിക്ക് സമൂഹത്തിനെ കൊണ്ടുപോവുക എന്നത് അവരെ കൊണ്ട് കഴിയാത്തൊരു കാര്യമാണ്. കാരണം എന്താ വെച്ചാൽ, നമ്മൾ എങ്ങനെയായിരുന്നാലും പ്രാഥമിക വിദ്യാഭ്യാസം നേടിയ ആളുകളാണ് ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ ഒരു പരിധി വരെ ഉണ്ടാകുക, മദ്രസയിലൊക്കെ പോയിട്ട്. അപ്പോൾ അവിടുന്ന് പഠിച്ചത് എന്താ? പടച്ചോണ്ട്, പരലോകമുണ്ട്, സ്വർഗ്ഗമുണ്ട്, നരകമുണ്ട്, ഇങ്ങനെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ പഠിച്ച കുട്ടികളായിരിക്കും. അപ്പോൾ അവരോടൊരു സുപ്രഭാതത്തിൽ വന്നിട്ട് പറയണത് പടച്ചോല്ല, പരലോകമല്ല, സ്വർഗ്ഗമല്ല, നരകമല്ല എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ കഴിയില്ല, അത് ഉൾക്കൊള്ളാൻ കഴിയില്ല. അപ്പം പിന്നെ ഇവർ ചെയ്യുന്നൊരു പുതിയ റൂട്ട് എന്താണെന്ന് ചോദിച്ചാൽ, ഈ പുതിയ ജനറേഷൻ്റെ മനസ്സിലേക്ക് അവരുടെ ഇച്ഛകൾക്ക് തീ കൊടുക്കുക, അവരുടെ തന്നിഷ്ടങ്ങൾക്ക് തീ കൊടുക്കുക. ആ തന്നിഷ്ടങ്ങൾക്ക് തീ കൊടുത്തിട്ട് അതിലൂടെ അവരെങ്ങനെ വളർത്തിക്കൊണ്ടുവരിക. അങ്ങനെ അത് അവരുടെ ജീവിതത്തിൻ്റെ ഭാഗമായി കഴിഞ്ഞാൽ പിന്നെ അവരെ പിടിക്കാൻ എളുപ്പമാണ്. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മുടെ കുട്ടികളുടെ ഡ്രസ്സ് നോക്കൂ നിങ്ങൾ. ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിയിലെ ആൺകുട്ടികളാകട്ടെ പെൺകുട്ടികളാകട്ടെ അവരുടെ ഡ്രസ്സും അവരുടെ ആവഭാവങ്ങളും നോക്കിക്കഴിഞ്ഞാൽ അവർ ചളിയിൽ എത്രത്തോളം ആണ്ടുപോയിട്ടുണ്ട്, ചളിയിലാണ് ആണ്ടുപോകുന്നത് എന്ന വിവരം അവരെടുത്തില്ല. ഇന്ന് ഒരു വലിയ ഭൂരിപക്ഷം, ഒരു +2 കോഴ്സാകട്ടെ, ഡിഗ്രി കോഴ്സാകട്ടെ, ഹൈസ്കൂളാകട്ടെ, ആ സ്കൂൾ വിട്ട് കുട്ടികൾ ഒന്നിച്ച് റോട്ടിലേക്ക് ഇറങ്ങുമ്പോൾ നിങ്ങൾ സൂക്ഷിച്ച് നോക്കിയാൽ മതി, ഇന്ന് മുസ്ലിം പെൺകുട്ടികളുടെ പിന്നെ വേഷമെന്ന് പറയും, ഹിജാബ് എന്ന് പറയുന്നത് എന്താ? ഒരു ജീൻസിൻ്റെ പാൻറ്റ്, ഇവിടുന്ന് ഇങ്ങോട്ടുള്ളൊരു ടോപ്പ്, അത് കൈയൊന്ന് പൊന്തിച്ചാൽ എന്ത് ചെയ്യും, ഇവിടെ പുറത്തേക്ക് കാണുന്ന സ്വഭാവമാണ് ഉണ്ടാവുക. പിന്നെ ഈ ഷാള് ഒരു പ്രത്യേക രീതിയിൽ ഒരു കെട്ടലും കെട്ടിയിട്ട് അത് ബാക്കിൽ ഇട്ടിട്ടുണ്ടാവും. അതായത് ചെസ്റ്റൊക്കെ പുറത്തേക്ക് കാണിക്കണുണ്ടാവും. എന്നിട്ടാണെങ്കിലോ ഈ പിന്നെ ബനിയനാണെങ്കിൽ ഇറക്കല്ലാത്ത ബനിയനും, ഇതിട്ട് ടൈറ്റ് ജീൻസും വായിങ്ങാണ്ടാണ് എന്ത് ചെയ്യുന്നത് ഇന്ന് നമ്മുടെ കുട്ടികൾ. എന്നിട്ട് ഇത് ഇറങ്ങിപ്പോരുന്നത് മുസ്ലിം വീടുകളിൽ നിന്നാണ് ഈ കുട്ടികൾ ഇറങ്ങിപ്പോരുന്നത്. ഉമ്മാക്കും ഉപ്പാക്കും തിരിച്ചറിയാൻ പറ്റണില്ല. എൻ്റെ മോൾ ഇങ്ങനെ കോളേജിലേക്ക് പോകാൻ പാടില്ല എന്ന് പറയാൻ തോന്നുന്നില്ല. ഇനി പറയാൻ മനസ്സിലുണ്ടെങ്കിൽ തന്നെ അത് പറയാൻ ധൈര്യമില്ല, കുട്ടികളോട് പറയാൻ ധൈര്യമില്ല. പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ കുട്ടികൾ തിരിഞ്ഞു എന്ന് ചോദിക്കുന്നത്, എൻ്റെ ക്ലാസ്സിൽ 35 കുട്ടികളുണ്ട്, ആ 35 കുട്ടികളിൽ പിന്നെ മിക്കവാറും കുട്ടികളൊക്കെ എങ്ങനെയാണ് വേഷം ധരിച്ചു വരുന്നത്, ഞാനായിട്ട് എങ്ങനെയാണ് മാറി നിൽക്കുക എന്ന് ചോദിച്ചുകൊണ്ട് കുട്ടി എന്ത് ചെയ്യും, ഞാനായിട്ട് എങ്ങനെ മാറി നോക്കും. അപ്പോൾ ഉമ്മയുപ്പി എന്താ പറയാ, അത് പറയും പോലെ നമ്മളെ കാലമൊന്നുമല്ല, അത് പുതിയ കാലമാണ്, ഇപ്പോൾ കുട്ടികളോട് ഇതൊന്നും പറയാൻ പറ്റില്ല, അപ്പോൾ ഇതാ അത്ര ഫാഷൻ, പിന്നെ എന്താ നമ്മൾ ചെയ്യാം. ഇങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, എല്ലാത്തിൻ്റെയും ഒപ്പം നിന്നു കൊടുക്കേണ്ടുന്ന ഒരു നിവൃത്തികേട് ഇന്ന് നമ്മുടെ സമൂഹത്തിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അതുപോലെ ആൺകുട്ടികളുടെ അവസ്ഥ നോക്കി നിങ്ങൾ. അള്ളാന്റെ റസൂല് പറഞ്ഞതാണെന്ത്, ഖസ് നിരോധിച്ചിട്ടുണ്ട്. എന്താ ഖസ് എന്ന് പറഞ്ഞാൽ പകുതി മുടി എടുക്കുക, പകുതി അവിടെ നിർത്തുക. അത് ഖസാണ്, അത് റസൂലുള്ള വിരോധിച്ചതാണ്. പക്ഷേ ഇന്ന് നമ്മുടെ കുട്ടികളുടെ തലമുടി നോക്കി നിങ്ങൾ, എലി കരണ്ടതുപോലെയാണ് മിക്കവാറും കുട്ടികളുടെ തലമുടി വെട്ടിയിട്ടുണ്ടാകുക. അത് നമ്മളാണ് ഇതിന് കാശ് കൊടുക്കുന്നത്, നമ്മളെ മുന്നിലൂടെയാണ് അവർ നടക്കുന്നത്. അവർക്കും വലിയൊരു പ്രശ്നമല്ല, അത് കാണുന്നും കാശ് കൊടുക്കുന്ന രക്ഷിതാക്കൾക്കും ഒരു പ്രശ്നമല്ല. എന്താ തോന്നാത്തത്? നേരത്തെ പറഞ്ഞു ആൺവേഷം കെട്ടുന്ന പിന്നെ സ്ത്രീകളെയും സ്ത്രീവേഷം കെട്ടുന്ന പിന്നെ പുരുഷന്മാരെയും ശപിച്ചിരിക്കുന്നു എന്നാ പറഞ്ഞത്. ആ ശാപം, അള്ളാന്റെ റസൂലിന് ശാപം കിട്ടിയാലും വേണ്ടില്ല, അത് കെട്ടും, ആ രീതിയിൽ ഞങ്ങൾ പോകും എന്നല്ലേ കുട്ടികളുടെ മാനസികാവസ്ഥ അല്ലേ? ഇതൊക്കെ നമ്മളൊന്ന് പിന്നെ ഇത് ഇസ്ലാമിനെതിരാണ്, ഇത് റസൂലുള്ള വിരോധിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരാളിൽ ഇടപെട്ടാലോ? ഒരു മദ്രസയിൽ ഉസ്താദ് ഇടപെട്ടു എന്ന് വിചാരിക്കും, ഇടപെട്ടോൻ്റെ നെഞ്ചത്തേക്ക് നേരെ കയറി വരികയാണ്. ഇപ്പോൾ ഈ അടുത്ത മലപ്പുറം ജില്ലയിൽ നിങ്ങളൊരു വാർത്ത കണ്ടില്ലേ, ഒരു ചെറുപ്പക്കാരൻ ഒരു മദ്രസ അധ്യാപകനെ കുത്തി പരിക്കേൽപ്പിച്ചു. അയാൾ മരിച്ചോന്നില്ലെന്ന് എനിക്കറിയില്ല, കുത്തി പരിക്കേൽപ്പിച്ചു. അതിന് കാരണം പറഞ്ഞാൽ എന്താ അറിയോ, ഈ ചെറുപ്പക്കാരനും മറ്റൊരു സ്ത്രീയുമായിട്ട് പ്രണയത്തിലാണ്. അപ്പം ആ പ്രണയത്തിലുള്ള പ്രശ്നത്തിൻ്റെ പേരിൽ ഇദ്ദേഹം അതിൽ എന്ത് ചെയ്തു, ഒരു ഇടപെട്ടു.
കാരണം ഇദ്ദേഹം പഠിപ്പിച്ച കുട്ടിയാണ്, മദർസി പഠിപ്പിച്ച ചെക്കനാണ്. അപ്പോൾ ആ ഒരു ബന്ധം വെച്ചിട്ട് ഇവനെ വിളിച്ചിട്ടൊന്ന് ഉപദേശിച്ചു, ഇത്രേ ചെയ്തിട്ടുള്ളൂ. ഈ കാര്യത്തിൽ ഇടപെട്ടു എന്നുള്ളൊരു ഒറ്റ കാരണം കൊണ്ട് എന്ത് ചെയ്യാണ്, മദ്രസാധ്യാപകനെ കുത്തിപ്പരിക്കേൽപ്പിക്കുന്ന ശിഷ്യനായിട്ട് ഇയാൾ മാറുകയാണ്. അതായത് പ്രണയം, ഈ ലഹരി, ഇപ്പം ലഹരിയിലേക്ക് പോയ കുട്ടികളുടെ അവസ്ഥ എന്താ? ഈ ലഹരിയിലേക്ക് അവരെ കൊണ്ടുപോയി കഴിഞ്ഞാൽ പിന്നെ ആ ലഹരിൻ്റെ ആളായി കഴിഞ്ഞാൽ പിന്നെ ലഹരിക്കെതിരിൽ വാപ്പ സംസാരിച്ച വാപ്പാൻ അംഗീകരിക്കൂല, ഉമ്മ സംസാരിച്ച ഉമ്മാനെ അംഗീകരിക്കൂല, കാക്ക സംസാരിച്ച കാക്കാൻ അംഗീകരിക്കൂല, അത് പള്ളിക്കത്തെ മൗലവി സംസാരിച്ച മൗലവിനെ അംഗീകരിക്കൂല. എല്ലാവരും ശത്രുക്കളായിട്ട് കാണുക. അല്ലേ? വിശുദ്ധ ഖുർആൻ പറഞ്ഞില്ലേ, ഈ മദ്യവും ചൂതാട്ടം എന്ന് പറയുന്നത് ഇന്നമാ യുരീദു ശൈത്താൻ, ശൈത്താൻ അതിലൂടെ ഉദ്ദേശിക്കുന്നത് അയ്യൂഖിയ ബൈനകുമുൽ അദാവത വൽ ബഗ്ളാ, ശത്രുതയും വിദ്വേഷവും നിങ്ങൾക്കിടയിൽ ഉണ്ടാക്കാനാണെന്നാണ്. അപ്പൊ ആ ശത്രുതയും വിദ്വേഷമാണ് എന്ത് ചെയ്യുന്നത്, ഇവർക്കിടയിൽ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ ഞാൻ പറഞ്ഞത് എന്താന്ന് വെച്ചാൽ, ഇങ്ങനെ അവരുടെ ഇച്ഛകൾക്ക് തീ കൊടുത്ത്, പുതിയ കാലമല്ലേ, 18 വയസ്സായില്ലേ, ഇനി വേറെ ആരും കേൾക്കണ്ട, അതേപോലെ തന്നെ മൈ ബോഡി മൈ റൈറ്റ്, എൻ്റെ ശരീരം എൻ്റെ അവകാശമാണ്, അതിലാരും ഇടപെടേണ്ട കാര്യമില്ല, ഇങ്ങനത്തെ കുറേ പോളിസികൾക്ക് നമ്മുടെ കുട്ടികൾ അറിഞ്ഞോ അറിയാതെയോ വശംവദരായിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇന്ന് ക്യാമ്പസിൽ നിന്ന് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അങ്ങനെയുള്ള ഒരു മാനസികാവസ്ഥയിലുള്ള കുട്ടിയോട് ഇതൊന്നും ചെയ്യാൻ പാടില്ല. എന്തേ? കാരണം വൈ, എന്തുകൊണ്ട് ഞാൻ ചെയ്യാൻ പാടില്ല? അപ്പൊ നമ്മളെ മറുപടി എന്താ? അത് ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, എന്നാ എനിക്ക് ആ ഖുർആൻ വേണ്ട. അത് ഹദീസ് പറഞ്ഞിട്ടുണ്ട്, എന്നാ എനിക്ക് ഹദീസ് വേണ്ട. അത് റസൂലുള്ളാഹി വിരോധിച്ചിട്ടുണ്ട്, എനിക്ക് ആ റസൂലുള്ളാഹിൽ വിശ്വാസമില്ല. ഇത് ഈ വേഷം ധരിച്ചുകൊണ്ട് പോയി കഴിഞ്ഞാൽ വന്യപുരുഷന്മാരുടെ കാമക്കണ്ണുകൾക്ക് മുമ്പിൽ ചാട്ടുകളായി നിന്നു കൊടുക്കുന്ന സ്ത്രീകൾ, അവർ സുഗന്ധം പൂശി അവരെ വശീകരിച്ചുകൊണ്ട് അതിനെ നടന്നുപോയാൽ അവൾ വേശ്യയാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ, ഞാൻ വേശ്യയായിക്കോട്ടെ, ഞാൻ നരകത്ത് പോയിക്കോട്ടെ, എനിക്ക് ആ സ്വർഗം വേണ്ട എന്ന് ഇത്തരം ഒരു വീഡിയോന്റെ താഴെ വന്ന് കമന്റ് അടിക്കുന്നത് നമ്മുടെ മുസ്ലിം നാമത്തിലുള്ള പെൺകുട്ടികളാണ്. എങ്ങനെയാണ് ആ പെൺകുട്ടികൾ അവിടെ എത്തുന്നത്? ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇവർ ഈ ഇച്ഛകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്, ഹവകൾക്കാണ് പ്രാധാന്യം കൊടുക്കുന്നത്. ആ ഹവയ്ക്ക് അവർ കീഴ്പ്പെട്ട് കഴിഞ്ഞാൽ പിന്നെ അതിനെതിരെ വാപ്പ പറഞ്ഞ വാപ്പൻ അംഗീകരിക്കൂല, ഉമ്മ പറഞ്ഞ ഉമ്മാൻ അംഗീകരിക്കൂല, മഹല്ല് പറഞ്ഞ മഹല്ലിന് അംഗീകരിക്കൂല, ഇസ്ലാമാണ് പറഞ്ഞ ഇസ്ലാമും വേണ്ട. അപ്പൊ എവിടെ എത്തിയ ആള്? നിരാസത്തിലെത്തിയില്ലേ, മതനിഷേധത്തിലെത്തിയില്ലേ? ഇതാണ് ഇന്ന് ലിബറലിസത്തിന്റെ തോളിൽ കൈയിട്ടുകൊണ്ട് മതനിരാസത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകുന്നതിന്റെ അടയാളങ്ങൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേതെങ്കിലും യൂറോപ്പിലെ കഥയല്ല പറയുന്നത്, ഇത് മലപ്പുറം ജില്ലയിൽ മാത്രം കഥയല്ല പറയുന്നത്, നമ്മുടെ സിയാങ്കണ്ടത്തും പുളിക്കലെയും മാത്രം കാര്യമല്ല പറയുന്നത്. നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ടോർച്ചടിച്ചു നോക്കിയാൽ ഇത്തരം ലക്ഷണങ്ങൾ നമുക്ക് കാണാൻ കഴിയും. അധികം ഏടി പോകേണ്ടതില്ല. അത്ര ഗുരുതരമായ അവസ്ഥയിലൂടെയാണ് നമ്മുടെ സമൂഹം ഇന്ന് കടന്നു പോകുന്നത്. എന്താ പരിഹാരം? അവിടെയാണ് ഞാൻ പറഞ്ഞത്, നിങ്ങളിപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഈ ഉത്തരവാദിത്തമുണ്ടല്ലോ, അതിൻ്റെ ആഴവും പരപ്പും പസഫിക് സമുദ്രത്തെക്കാൾ ആഴവും പരപ്പുമുള്ളതാണ്. ആ ഗൗരവത്തിൽ നമ്മൾ ഇതിനെടുക്കണം. മദ്രസ സംവിധാനം ഇന്ന് അതിനുള്ള ഒരു ചെറയാണത്. ഈ ലിബറലിസത്തിന് എതിരിലുള്ള ഒരു കടിഞ്ഞാണത്. ഇൻഷാ അല്ലാഹ് നമ്മുടെ ഇസ്ലാമിക് ഓർഗനൈസേഷന്റെ വിദ്യാഭ്യാസ ബോർഡ് കേവലം ഒരു സിലബസ് ആയിട്ടല്ല മുന്നോട്ട് പോകുന്നത്. അധ്യാപകരെ ഓരോ സമയങ്ങളിലും വിളിച്ചു ചേർത്തുകൊണ്ട് ഇന്ന് നമ്മുടെ മക്കൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ അവരുടെ മുമ്പിൽ വരച്ചു കാട്ടി ഈ സിലബസിലുള്ള ഈ പുസ്തകങ്ങളിലുള്ള പാഠങ്ങൾ എങ്ങനെ ഈ കുട്ടികൾക്ക് കൈകാര്യം ചെയ്തു കൊടുക്കണമെന്ന ട്രെയിനിങ് കൊടുത്ത് ഈ പുതിയ കാലത്തിന്റെ വെല്ലുവിളികളെ അതിജീവിക്കാൻ പാകത്തിൽ ആ അധ്യാപകർക്ക് ട്രെയിനിങ് കൊടുത്തുകൊണ്ടാണ് നമ്മുടെ പാഠപുസ്തകങ്ങളുമായി നമ്മൾ ഇന്ന് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമ്മുടെ മദ്രസ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ഈ പ്രശ്നത്തിനുള്ളൊരു പരിഹാരമാണ്. അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ, CRE മദ്രസയിൽ പഠിക്കുക എന്ന് പറഞ്ഞാൽ ഈ ഒരു 7ാം ക്ലാസ് വരെ 8ാം ക്ലാസ് വരെയുള്ള പ്രായമാണ്. അത് കഴിഞ്ഞാൽ അപ്പോഴാണ് ഈ കുട്ടികൾ ക്യാമ്പസുകളിലേക്ക് പോകുന്നത്. ആ ക്യാമ്പസുകളിലേക്ക് പോകുമ്പോൾ സ്വാഭാവികമായിട്ട് എന്ത് സംഭവിക്കും? അവിടുന്നാണ് ഈ ലിബറൽ ചിന്തകൾ വരുന്നത്. അപ്പോഴാണ് ശരിക്കും അതിൻ്റെ വസ്തുത എന്താണെന്ന് അവർക്ക് കൂടുതൽ പഠിപ്പിച്ചു കൊടുക്കേണ്ടത്, അവിടെ ഉയരുന്ന വെല്ലുവിളികൾക്ക് മറുപടി പറഞ്ഞു കൊടുക്കേണ്ടത്. ആ പണിയാണ് CREയിലൂടെ നമ്മൾ എന്ത് ചെയ്യുന്നത്. പിന്നെ അതും ആ പ്രായം കഴിഞ്ഞു കഴിഞ്ഞാൽ എല്ലാ വിഭാഗം ആളുകൾക്കും എന്ത് ചെയ്യേണ്ടതുണ്ട്? ഈ ഉത്ബോധനം ശരിക്കും ആഴത്തിലുള്ള അറിവ് കിട്ടേണ്ടതുണ്ട്. ആ അറിവ് നൽകാൻ വേണ്ടിയാണ് ഈ വിജ്ഞാന വേദികൾ നമ്മൾ എന്ത് ചെയ്യുന്നത്? QHLS പാഠനശാലകളും അതുപോലെ തന്നെ വിജ്ഞാന വേദികളും നമ്മൾ എന്ത് ചെയ്യുന്നത്? ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആ അർത്ഥത്തിൽ തന്നെ നിങ്ങൾ ഈ വിജ്ഞാനവേദിയെ എടുക്കണം. ഇന്ന് ഈ തുടക്കം തുടങ്ങി ഇത് ഈ ഓരോ മാസവുമാണ് ഇവിടെ സംഘടിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് എന്നാണ് ഞാൻ അറിയാൻ സാധിച്ചത്. അത് ഓരോ വിഷയങ്ങൾ വെച്ച് മുന്നോട്ട് പോകുമ്പോൾ നിങ്ങൾ അതിനോടൊപ്പം ഉണ്ടാകണം. നിങ്ങൾ ഓരോരുത്തരും ഇതിൻ്റെ സംഘാടകരായി മാറണം. എനിക്കതാ പറയാനുള്ളത്. നമ്മൾ പോരുമ്പോൾ നമ്മളെ വീട്ടിലൊരു ആൾ ബാക്കിയില്ല എന്ന് നമ്മൾ ഉറപ്പുവരുത്തണം. ഞാൻ കുറച്ചുകൂടി വ്യക്തതയ്ക്ക് വേണ്ടി പറയാണ്, ഇന്ന് കാണുന്ന നമ്മളെ വീടുകളിൽ കാണുന്നൊരു പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാൽ, ഒരു QHLSനോ ഖുർആൻ ക്ലാസ്സിനോ പരിപാടിക്കോ പോകുന്ന സമയത്ത്
പ്രത്യേകിച്ച് ഡിഗ്രി പ്രായത്തിലുള്ള അല്ലെങ്കിൽ ഒരു +2 പ്രായത്തിലുള്ള കുട്ടികളൊക്കെ വീട്ടിലുണ്ടെങ്കിൽ അവർ പറയും എനിക്ക് പഠിക്കാണ്ട്, എനിക്ക് വായിക്കാണ്ട്, എനിക്ക് നാളെ എക്സാമാണ്, അതുകൊണ്ട് ഞാൻ നിങ്ങൾ പോയിക്കൊള്ളുന്നത്. അത് ജെനുവിനായിട്ട് ഒരു പക്ഷെ ഉണ്ടാവാം. പക്ഷേ എപ്പോഴും അങ്ങനെ ആയാലോ അത് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട് സമൂഹത്തിൽ. വാപ്പിമ്മയൊക്കെ ക്ലാസ്സിന് പരിപാടിക്കുമ്പോൾ ഇവരവിടെ ഇരിക്കുക, എന്നിട്ടോ ഇൻ്റർനെറ്റ് ഉപയോഗിച്ച് അവിടെ ആവശ്യമില്ലാത്തതൊക്കെ കാണലും ആ ലോകത്തേക്ക് പോകലുമാണ്. അപ്പം നമ്മളിവിടെ എന്താണോ കേൾക്കുന്നത് അതിൻ്റെ നേരെ എതിരാണ് ഓലും എന്ത് ചെയ്യണത്, വീട്ടിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതൊക്കെ മാറിയിട്ട് ഇന്ന് ഇവിടെ വന്ന എല്ലാവരോടും എനിക്ക് പറയാനുള്ളത്, ഇവിടെ നടക്കുന്ന വിജ്ഞാനവേദിക്ക് എന്ത് ചെയ്യണം, നമ്മൾ നമ്മുടെ കുടുംബത്തെ മൊത്തം കൊണ്ടുവരിക. അതന്നെയാണ് ഒന്നാമത്തെ ദഅവത്ത്. വഅൻഫുസകും വഅഹ്ലീകും നാറാ, നിങ്ങൾ നിങ്ങളുടെ നഫ്സിനെയും നിങ്ങളുടെ കുടുംബത്തിൻ്റെ നഫ്സിനെയും എന്ത് ചെയ്യണം, നിങ്ങൾ നരകാഗ്നിയിൽ നിന്ന് കാത്തുരക്ഷിക്കണമെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയത് ഈ വിഷയത്തിൽ വളരെ പ്രസക്തമാണ് എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത്. അതോടൊപ്പം തന്നെ നമ്മുടെ അയൽവാസികൾ, നമ്മുടെ നാട്ടുകാർ, അവരൊക്കെ എന്ത് ചെയ്യണം, നമ്മൾ ഈ ദഅവത്തിന്, നമുക്ക് ഓരോ വ്യക്തികൾക്കുള്ളൊരു ദഅവത്തിനുള്ള മാർഗം കൂടിയാണ് ഇങ്ങനെ ഒരു വിജ്ഞാനവേദി നമ്മൾ ആരംഭിക്കുന്നു എന്നത്. അപ്പോൾ ദീനിൻ്റെ അടിത്തറ മനസ്സിലാക്കുക എന്നതാണ് ഇന്നത്തെ എല്ലാ പ്രശ്നങ്ങളെയും പ്രതിരോധിക്കുവാനുള്ള മാർഗം എന്ന് പറയുന്നത്. കാരണം അറിവ് കൊണ്ടല്ലാതെ ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കാൻ കഴിയില്ല. ഇന്നെന്താ സംഭവിക്കണമെന്ന് അറിയോ? ഇന്ന് ഒരുപാട് മുസ്ലിം സംഘടനകളും സംവിധാനങ്ങളും ഇവിടെ ഉണ്ട്. അതൊക്കെ ഉണ്ടെങ്കിലും അതൊന്നും ലക്ഷ്യത്തിലെത്താത്തത് എന്തുകൊണ്ടാണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിൻ്റെ അടിത്തറകൾ കൈവിട്ടുകൊണ്ടാണ് പലരും മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, സമൂഹം മുന്നോട്ട് പോകുമ്പോൾ അവർ ചപ്പ് ചവറുകളായി മാറുമെന്നാണ്. ചപ്പ് ചവറുകൾ, കുറേ ആൾക്കാരുണ്ടാവും. ഖിയാമത്ത് നാളിനോട് അടുക്കുമ്പോൾ സമുദായത്തിൽ കുറേ ആൾക്കാരുണ്ടാവും. പക്ഷേ അവർ ചപ്പു ചവറുകൾ എന്നാണ് പറഞ്ഞത്. നിങ്ങളുടെ ശത്രുക്കളുടെ മനസ്സിൽ നിന്ന് നിങ്ങളെക്കുറിച്ചുള്ള ഭയം അള്ളാഹു എടുത്തൊഴിവാക്കുകയും ചെയ്യും. നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ അള്ളാഹു വഹനിട്ട് നൽകുകയും ചെയ്യും. വമൽ വഹൻ, എന്താണ് വഹൻ എന്ന് ചോദിച്ചപ്പോൾ ഹുബ്ബുദ്ദുനിയ വകറാഹിയത്തുൽ മൗത്ത് എന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്. ദുനിയാവിനോടുള്ള ഇഷ്ടവും മരണത്തോടുള്ള വെറുപ്പും ഇത് സമുദായത്തിൽ രൂഢമൂലമായപ്പോഴാണ് എന്ത് സംഭവിച്ചത്? നമ്മളെ മനസ്സിൻ്റെ ഉള്ളിലൊരു പേടി. എന്നാൽ നമ്മുടെ ശത്രുക്കളുടെ മനസ്സിലോ നമ്മളെക്കുറിച്ചുള്ള പേടി ഇല്ലാതെയാവുകയും ചെയ്യും. ക്ലിയറായോ? നമ്മൾ ക്വാളിറ്റി ഉള്ളവരാണെങ്കിൽ എണ്ണം കുറെ കുറവാണ്. എത്രയെത്ര ചെറു സംഘങ്ങളാണ് വലിയ വലിയ സംഘങ്ങൾ അതിജീവിച്ചിട്ടുള്ളത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. അപ്പൊ എണ്ണമല്ല പ്രധാനം, നമ്മുടെ ക്വാളിറ്റിയാണ് പ്രധാനം. ക്വാളിറ്റി കുറയുകയും ക്വാണ്ടിറ്റി കൂടുകയും ചെയ്താൽ നമ്മുടെ ശത്രുക്കൾക്ക് നമ്മളെക്കുറിച്ച് ഒരു മതിപ്പും ഉണ്ടാവില്ല, ഒരു ഭയം ഉണ്ടാവില്ല. എന്നാൽ ശരിക്കുള്ള ക്വാളിറ്റി ഉള്ള ആളുകളാണെങ്കിലോ, അത് കുറച്ച് ആളുകളാണെങ്കിൽ പോലും ഈ നമ്മളെ സംബന്ധിച്ച് എന്തുണ്ടാവും, നമ്മളെ പ്രതിരോധിക്കുന്നവരാരാകട്ടെ അവരുടെ ഉള്ളിൻ്റെ ഉള്ളിലൊരു ഭയം ഉണ്ടാവും. ആ ഭയം പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മനസ്സിലാക്കണം, നമ്മളെ ഈമാനും നമ്മുടെ ക്വാളിറ്റിയും പുറകോട്ട് പോകുന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. അഥവാ ഹുബ്ബുദ്ദുനിയ വകറാഹിയത്തുൽ മൗത്ത്. ഈ ദുനിയാവ് എന്ന് പറഞ്ഞാൽ അതിൻ്റെ പിന്നാലെ നടക്കുന്ന ഒരവസ്ഥ. അപ്പം എങ്ങനെ ഖുർആൻ ക്ലാസ് ഉണ്ട്, ഒരു വിജ്ഞാനവേദി ഉണ്ട് എന്ന് പറഞ്ഞാൽ എല്ലാ തിരക്കും കഴിഞ്ഞിട്ട് ഇതിന് വരിക എന്ന് പറയുന്ന സ്വഭാവം ഉണ്ട് ആൾക്കാർ. അത് ഇന്നൊരു പരിപാടി ഇല്ലെങ്കിൽ മാത്രമേ ഇതിന് പോകേണ്ടതുള്ളൂ. അങ്ങനെയല്ല, എന്തൊക്കെ പരിപാടി ഉണ്ടെങ്കിലും ഇതാണ് എൻ്റെ പ്രാധാന്യം എന്ന് മനസ്സിലാക്കി ഇതിന് വരുന്നൊരു സ്വഭാവം നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. അപ്പോൾ നമുക്കിവിടെ പ്രതിരോധിക്കാനുള്ള ആയുധം എന്ന് പറയുന്നത് അറിവ് തന്നെയാണ്. മൻസലക ത്വരീഖൻ യൽതമിസു ഫീഹി ഇൽമൻ സഹലല്ലാഹു ലഹു ത്വരീഖൻ ഇലൽ ജന്ന. ആ അറിവിന്റെ മാർഗത്തിൽ ആരെങ്കിലും ഇറങ്ങി പുറപ്പെട്ട് കഴിഞ്ഞാൽ സ്വർഗത്തിലേക്കുള്ള വഴി അള്ളാഹുവിന് എളുപ്പമാക്കി കൊടുക്കുമെന്നാണ്. ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിം. ഓരോ മുസ്ലിമിനും വിജ്ഞാനം തേടുക എന്നത് ഫറളാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. ഫഅലം അന്നഹു ലാ ഇലാഹ ഇല്ലല്ലാഹ്, ലാ ഇലാഹ ഇല്ലല്ലാഹ് അറിയുക എന്നത് നിർബന്ധമാണെന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഇന്നമാ യഖ്ശല്ലാഹ മിൻ ഇബാദിഹിൽ ഉലമാ. നിങ്ങളുടെ കൂട്ടത്തിൽ വിവരമുള്ളവരാണ് അള്ളാഹുവിനെ കൂടുതൽ ഭയപ്പെടുക എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. അപ്പൊ ഞാൻ പറയുന്നത്, അറിവ് കൊണ്ടായിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, എല്ലാ അജ്ഞതയെയും പ്രതിരോധിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയേണ്ടത്. അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ കാലത്ത് നമ്മുടെ ഈമാൻ നശിക്കാൻ, ആശയക്കുഴപ്പത്തിലാകാൻ കാരണമാകുമെന്ന് നമ്മൾ ഗൗരവവും ചിന്തിക്കണം. ഇപ്പം എന്താണെന്നറിയോ, മൗലവിമാർ, ഉസ്താദന്മാർ എന്നൊക്കെ പേരിട്ടിങ്ങാണ്ട് ഓരോരുത്തരോരോ യൂട്യൂബ് ചാനൽ തുടങ്ങിയിട്ട് കുറേ അറബിയിലുള്ള ഇബാറത്തുകൾ പറയുക, കുറേ പ്രസംഗിക്കുക, എന്നിട്ട് പുതിയ പുതിയ നരേറ്റീവ് ഇങ്ങനെ കൊണ്ടുവരിക.
ആയിഷാ ബീവിയെ പറ്റിയും ഇസ്ലാമിൻ്റെ ചരിത്രത്തെപ്പറ്റിയും റസൂലുള്ളാഹിയെക്കുറിച്ചും അതൊക്കെ ഈ യുക്തിവാദികളും മതനിരാസത്തിൻ്റെ വക്താക്കളും എക്സ് മുസ്ലിമീങ്ങൾ എന്ന് പറയുന്ന ആളുകളും ബോധപൂർവം ഉണ്ടാക്കുന്ന ആശയക്കുഴപ്പങ്ങളാണ്. ഈ ആശയക്കുഴപ്പങ്ങളുടെ വീഡിയോ ഒക്കെ പലരും കാണും. എന്നതിന് മറുപടി പറയുന്ന വീഡിയോ എന്ത് ചെയ്യൂല, പലപ്പോഴും കാണൂല. അപ്പം നമ്മുടെ ഡയലോഗിലൂടെയൊക്കെ നമ്മൾ അതാണ് നിർവഹിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഈ ആശയക്കുഴപ്പം ബോധപൂർവം ഇന്ന് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത് എന്താ? ശരിക്കും ഇതിൻ്റെ അഖീദ എന്താണ്, ഇതിൻ്റെ അസിൽ എന്താണ് എന്ന് പഠിക്കണം. അതിനാണ് ഈ വിജ്ഞാനവേദി എന്നുള്ളത് എന്ത് ചെയ്യണം, ഓർമ്മ വേണം. നമ്മുടെ വിഷയത്തിലേക്ക് ഞാൻ നേരിട്ട് പ്രവേശിക്കുമ്പോൾ പരീക്ഷണം, വിശ്വാസിയും പരീക്ഷണവും എന്നത് അതിൻ്റെ സമഗ്രമായ തലത്തിലേക്ക് പോകാൻ നമുക്ക് സമയം നമ്മുടെ മുമ്പിലില്ല. അതുകൊണ്ട് ഞാൻ അതിൻ്റെ ഏറ്റവും ചുരുക്കി ചില കാര്യങ്ങൾ പറഞ്ഞ് ഇൻഷാ അല്ലാഹ് ഞാൻ അവസാനിപ്പിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതിൽ ഒന്നാമതായിട്ട് നമ്മൾ തിരിച്ചറിയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, പരീക്ഷണം എന്ന് പറയുന്നത് കേൾക്കുമ്പോൾ തന്നെ നമ്മളെ മനസ്സിലേക്ക് വരുന്നൊരു ചിന്ത എന്താണെന്നറിയോ? ഒരു പര്യായപദം. പരീക്ഷണം എന്നതിൻ്റെ പര്യായപദം എന്താ? ബുദ്ധിമുട്ട്, അസുഖം, രോഗം, കഷ്ടപ്പാട്, പ്രയാസം, അല്ലേ, പ്രകൃതിക്ഷോഭം, ഇങ്ങനെ കുറേ പ്രശ്നങ്ങളല്ലേ നമ്മളെ മനസ്സിലേക്ക് പരീക്ഷണം എന്ന് പറയുമ്പോൾ വരുന്നത്. ഇതൊക്കെ പരീക്ഷണമാണ്, സംശയമൊന്നുമില്ല. പക്ഷെ ഒരു കാര്യം ഓർക്കുക, കെടുതികളും ബുദ്ധിമുട്ടുകളും ദുരന്തങ്ങളും മാത്രമല്ല പരീക്ഷണം. നമുക്ക് പടച്ച തമ്പുരാൻ നൽകിയിരിക്കുന്ന എന്തെല്ലാം നിഅമത്തുകളുണ്ടോ അതുകൂടി എന്താണ് നമ്മുടെ പരീക്ഷണം. ഇപ്പോൾ ഒരാൾ കൈയൊടിഞ്ഞുകാണ്ട് കൈയൊക്കെ കെട്ടി ഇങ്ങനെ വരികയാണെങ്കിൽ അയാളോടൊക്കെ നമുക്ക് ഭയങ്കര സഹതാപം ഉണ്ടാവും, അല്ലേ? പാവം, ഇത് കൈയൊടിഞ്ഞോ? ചില ആൾക്കാരൊക്കെ വാട്സപ്പിലൊക്കെ കാണാം, തമാശയായിട്ടായിരിക്കും ഇവിടെ സ്റ്റിക്കർ ഒട്ടിച്ചിട്ടുണ്ടാവും, ചെറുതായിട്ടൊന്ന് വീണു, രണ്ട് പൊട്ടുണ്ടെന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ടാവും. കാരണം എന്താ വെച്ചാൽ ആൾക്കാരോട് മറുപടി പറഞ്ഞ് സ്വീപ്പായിട്ട് എഴുതിയേക്കുന്നതാണ്. അതേപോലെ അത് പുറത്തേക്കൊരു കെട്ടും സാധനങ്ങളൊക്കെ കണ്ടാൽ എല്ലാവരും എന്ത് ചെയ്യും? അത് ഗൗരവത്തിൽ കാണും. എന്നാൽ അത്ര ഗൗരവമില്ലാത്ത, അത്ര പുറത്തേക്ക് കാണാത്ത കുറേ പ്രശ്നങ്ങൾ ശരീരത്തിൻ്റെ ഉള്ളിലുണ്ടാവും, മനസ്സിലുണ്ടാവും. അത് അതിലേറെ ഗുരുതരമായ വിഷയങ്ങളായിരിക്കും. പക്ഷെ അതാരും എന്ത് ചെയ്യൂല, ചോദിക്കാത്തത് എന്തുകൊണ്ടാണ്? ഇത് പുറത്തേക്ക് കാണുന്നില്ല എന്നുള്ളതുകൊണ്ടാണ്. അതേപോലെ നമ്മളെ ബുദ്ധിമുട്ടും പ്രയാസവും നമുക്ക് പരീക്ഷണമെന്ന് വേഗം മനസ്സിലാവും. എന്നാൽ നമുക്ക് നല്ലൊരു ജോലി കിട്ടി, നമുക്ക് കുറച്ച് നല്ല സാലിഹ്യങ്ങളായ കുറച്ച് മക്കളുണ്ടായി, അല്ലെങ്കിൽ അതുപോലെ തന്നെ നമുക്ക് ഒരു സാമ്പത്തികമായിട്ട് വികാസം കിട്ടി, അങ്ങനത്തെ കുറച്ച് ഐശ്വര്യങ്ങളൊക്കെ വരുമ്പോൾ അത് നമുക്ക് പരീക്ഷണം എന്ത് ചെയ്യൂല, തോന്നൂല. യഥാർത്ഥത്തിൽ അതും എന്താണ്? പരീക്ഷണമാണ് എന്ന് നമ്മൾ മനസ്സിലാക്കണം. വനബ്ലൂക്കും ബിശ്ശർരി വൽ ഖൈരി ഫിത്ന വഇലൈനാ തുർജഊൻ. വനബ്ലൂക്കും, നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. ബിശ്ശർരി വൽ ഖൈരി ഫിത്ന, ശർറ് കൊണ്ടും ഖൈറ് കൊണ്ടും നാം നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. അവ വെറും ശർറ് കൊണ്ടല്ല, ഖൈറ് കൊണ്ടും പരീക്ഷിക്കും. വഇലൈനാ തുർജഊൻ, നമ്മളിലേക്ക് തന്നെയാകുന്നു നിങ്ങളുടെ മടക്കം എന്ന് വിശുദ്ധ ഖുർആൻ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, നബ്തലീകും ബിശ്ശിദ്ദതി വറഹാ, ക്ഷേമം കൊണ്ടും ക്ഷാമം കൊണ്ടും പരീക്ഷിക്കും. വസ്സിഹ്ഹതു വസ്സഖം, ആരോഗ്യം കൊണ്ടും അനാരോഗ്യം കൊണ്ടും പരീക്ഷിക്കും. വൽ ഗിന വൽ ഫഖർ, ഐശ്വര്യം കൊണ്ടും ദാരിദ്ര്യം കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും. വൽ ഹലാൽ വൽ ഹറാം, അനുവദനീയം കൊണ്ടും അതുപോലെ തന്നെ ഹറാം കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും. വത്താഅതു വൽ മഅസിയ, അനുസരണം കൊണ്ടും അനുസരണക്കേട് കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും. വൽ ഹുദാ വദ്ദലാല, ഹിദായത്ത് കൊണ്ടും ദലാലത്ത് കൊണ്ടും നിങ്ങളെ പരീക്ഷിക്കും എന്ന് ഇബ്നു അബ്ബാസ് റളിയല്ലാഹു അൻഹു പറഞ്ഞത് നമുക്ക് കാണാൻ സാധിക്കും. ഇതൊക്കെ ഈ ഖുർആനികമായ ആശയങ്ങളിൽ നിന്ന് അവരെടുത്ത് പറയുന്നതാണ്. അപ്പോൾ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത് ഇതാണ്, നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന രോഗവും അസുഖവും മറ്റു പ്രയാസങ്ങളും മാത്രമല്ല പരീക്ഷണം, നമുക്കുണ്ടാകുന്ന ഐശ്വര്യങ്ങൾ കൂടി നമ്മൾ അതുകൊണ്ട് എന്ത് പ്രവർത്തിക്കുന്നു എന്നാണ് അള്ളാഹു നോക്കുന്നത്. അതുകൊണ്ട് ഇരിക്കുന്ന ഓരോരുത്തരും ചിന്തിക്കുക, രോഗം അസുഖം പ്രയാസമൊക്കെ ഉണ്ടെങ്കിൽ അത് പരീക്ഷണമാണ്. പക്ഷെ അത് മാത്രമല്ല, നമുക്ക് നല്ലൊരു ജോലി കിട്ടി, പെട്ടെന്ന് വീടുണ്ടാക്കാൻ പറ്റി, അതേപോലെ തന്നെ നമ്മളെ മക്കളുടെ കല്യാണവും കാര്യങ്ങളൊക്കെ വേഗം നടന്നു കിട്ടി, അങ്ങനെ കാര്യം ജീവിതം നല്ലവണ്ണം മുന്നോട്ട് പോകുന്നുണ്ടെങ്കിൽ അപ്പം ആലോചിക്കണം, പള്ളിയിലിരിക്കുമ്പോൾ ആലോചിക്കണം, പടച്ചോനെ എൻ്റെ കാര്യങ്ങളൊക്കെ അള്ള അങ്ങനെ നല്ല ഞാമത്തിൽ കൊണ്ടുപോകുന്നുണ്ട്, എന്താ പടച്ചോനെ കൊണ്ട് കണ്ടുകൊണ്ടു ആവോ, ഞാൻ അതിനു മാത്രം ശുക്ർ ചെയ്യുന്നുണ്ടോ, ഞാൻ നന്ദി ചെയ്യുന്നുണ്ടോ? ഈ ചിന്തയായിരിക്കണം നമ്മുടെ മനസ്സിൽ. നമുക്ക് സമ്പത്ത് നമ്മുടെ അടുത്തേക്ക് വരുമ്പോൾ ആ സമ്പത്തിൻ്റെ ശരിക്കുള്ള സക്കാത്ത് ഞാൻ കൊടുക്കുന്നുണ്ടോ, അത് അള്ളാൻ്റെ മാർഗത്തിൽ ഞാൻ ചെലവഴിക്കുന്നുണ്ടോ, നമുക്ക് തരുന്ന എന്തെല്ലാം ഞാമത്തുണ്ടോ. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന അനുഗ്രഹങ്ങളെ കുറിച്ച് ചോദിക്കുക തന്നെ ചെയ്യുമെന്നാണ്.
സംശയമൊന്നുമില്ല, ചോദിക്കന്നെ ചെയ്യും. അതായത് സമ്പന്നരായ ആളുകൾ നാളെ പരലോകത്ത് നിരങ്ങിയിട്ടാണ് എന്ത് ചെയ്യുക, സ്വർഗത്തേക്ക് പോവുക. കുറേ സെക്ഷനുകൾ കഴിഞ്ഞ് പരിശോധന കഴിഞ്ഞിട്ട് തന്നെ അവർക്ക് പോകാൻ കഴിയുള്ളൂ. ഇവിടുന്ന് നമുക്ക് ഐശ്വര്യങ്ങൾ ഇങ്ങനെ കിട്ടുമ്പോൾ തികയില്ല, പൈസ കിട്ടുമ്പോൾ തികയില്ല, അതുപോലെ വേറുള്ള സൗകര്യങ്ങൾ കിട്ടുമ്പോൾ നമുക്ക് മതിയാവില്ല. പക്ഷെ ഇതിൻ്റെയൊക്കെ കണക്ക് പറയുമ്പോൾ കുറച്ച് പണിയുണ്ടാവും. ഈ ഇരിക്കുന്ന കൂട്ടത്തിൽ ഈ ഇലക്ഷൻ ഡ്യൂട്ടിക്ക് പോയ ആൾക്കാരുണ്ടാവും, ഉദ്യോഗസ്ഥന്മാർ അല്ലേ. നമ്മുടെ നാട്ടിലിപ്പോൾ ഒരു ഇലക്ഷൻ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ, അതിൻ്റെ പോസ്റ്റ് ഓർഡർ കിട്ടിയ ആൾക്കാരോട് ഇരിക്കുന്നുണ്ടാവും ചിലപ്പോൾ. അതിൻ്റെ ക്ലാസ്സിന് പോകുമ്പോൾ അതിന് കുറേ നിർദ്ദേശം കിട്ടും. പിന്നെ ഇലക്ഷന് വേണ്ടി പോണ സമയത്ത് വലിയൊരു ബാഗും തരും, കുറേ സാധനങ്ങളും തരും. അപ്പോൾ നമുക്ക് കിട്ടിയാൽ തികയില്ല. പിന്നെ അതൊക്കെ കഴിഞ്ഞുകൊണ്ട് തിരിച്ചു കൊടുക്കുമ്പോൾ ചില ആൾക്കാർ ഞാൻ 2 മണി അവിടുന്ന് പോകുന്നപ്പോൾ പറയും, എന്താ കാര്യം, ഇതെങ്ങനെയാണ് കൊടുത്താലും ശരിയാവില്ല. അത് ഒരു തീപ്പെട്ടി എന്നിക്കണമെങ്കിൽ ആ തീപ്പെട്ടിൻ്റെ കണക്ക് അവിടെ പറയണം. ഒരു 10 മുട്ടുസൂചി എന്നിക്കണമെങ്കിൽ അത് എത്രണ്ണം ചിലവാക്കാത്ത എത്രണ്ണം അവിടെ പറയണം. അപ്പോഴാണ് ഇതൊക്കെപ്പാട് വേണ്ടിയതില്ലാതെ നമുക്ക് തോന്നുക. മനസ്സിലായോ? അതേപോലെ ദുനിയാവിൽ അത്യാവശ്യം ജീവിക്കാനുള്ള സംഗതിയും വരുമാനമൊക്കെ ഉള്ളു വെച്ചാൽ അതിൻ്റെ കണക്ക് പറഞ്ഞാൽ മതി പരലോകത്ത്. ഇല്ലെങ്കിലോ ഇതിൻ്റെ ഒക്കെ കണക്ക് പറഞ്ഞിട്ടേ നമുക്ക് പോകാൻ കഴിയുള്ളൂ. അതുകൊണ്ട് ഒരു പോയിന്റ് ഞാൻ പറഞ്ഞത് എന്താ വെച്ചാൽ, പരീക്ഷണം എന്ന് പറഞ്ഞാൽ ഷെറ് മാത്രമല്ല, നമുക്ക് കിട്ടുന്ന ഹൈറും ഞഴമത്തും കൂടി പരീക്ഷണത്തിൻ്റെ ഫലം. അതുകൊണ്ട് ഞാൻ പറയുന്നു, ഇവിടെ ഇരിക്കുന്ന വിദ്യാർത്ഥികളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ഒഴിവു സമയം, നിങ്ങളുടെ ആരോഗ്യം, അത് വെറും പഠനം മാത്രമല്ല, ബാക്കിയുള്ള സമയം ദീനി ദഅവത്തിന് നമ്മൾ കൊടുക്കണം. യുവാക്കളോട് ഞാൻ പറയുന്നു, നിങ്ങളുടെ ആരോഗ്യം, ഈ ആരോഗ്യമുള്ള സമയത്ത് പടച്ചോന് സമയം കൊടുക്കാൻ നമ്മൾ എന്ത് ചെയ്യണം? അതെന്നെ നോക്കണം. അപ്പോൾ യുവാക്കൾ എല്ലാവർക്കും ആവശ്യമാണ്, വീട്ടുകാർക്ക് ആവശ്യമാണ്, അതുപോലെ ഓഫീസിന് ആവശ്യമാണ്, കമ്പനികൾക്ക് ആവശ്യമാണ്, രാഷ്ട്രീയ പാർട്ടികൾക്ക് ആവശ്യമാണ്, ക്ലബ്ബുകാർക്ക് ആവശ്യമാണ്, എല്ലാവർക്കും ആവശ്യമാണ്, യുവാക്കളെയാണ് ആവശ്യം. അപ്പൊ അവർക്കൊക്കെ ആവശ്യമുള്ള സമയത്ത് നമ്മൾ അതിൻ്റെ പിന്നാലെ പോവുകയും ആർക്കും ആവശ്യമില്ലാത്ത സമയം അവസാനം റിട്ടയർ ചെയ്ത് ഞാൻ ഈ കമ്പനിക്കും വേണ്ട, പിന്നെ നാട്ടുകാർക്കും വേണ്ട, ആർക്കും വേണ്ട, എന്നെ കൊണ്ട് ഇനി പ്രത്യേകിച്ച് ഉപകാരമൊന്നും ഇല്ലാന്ന് തോന്നിയാൽ അപ്പം എല്ലാ പള്ളിക്കൊക്കെ വന്ന് അല്ലേ, പിന്നെ ഇതിനുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ അതിന് കൂലി കിട്ടൂല എന്നല്ല പറയുന്നത്. പക്ഷെ അപ്പം മാത്രം വരുന്ന അവസ്ഥ പറ്റൂല, അതുവരെ കാത്തുക്കാൻ പറ്റൂല. കാരണം എപ്പോഴാണ് പഠിച്ചോ നമ്മളെ മരിപ്പിക്കുക നമുക്ക് പറയാൻ പറ്റൂല. അതുകൊണ്ട് യുവാക്കളോട് ഞാൻ പറയണത് എന്താ വെച്ചാൽ, എല്ലാവർക്കും ആവശ്യമുള്ള നമ്മുടെ യുവത്വം ആ സമയത്ത് തന്നെ അള്ളാഹുവിന് കൊടുക്കാൻ നമ്മൾ തയ്യാറാകണമെന്നതാണ്. അവർക്കാണ് എന്നാൽ അർശിന്റെ തണല് കിട്ടുക. അപ്പൊ നമ്മൾ ആരോഗ്യം ഏത് നിലക്ക് ചെലവഴിക്കുന്നു എന്നത് ഏറ്റവും പ്രസക്തമായ ചോദ്യമാണ്. അതുപോലെ അവിടെ സ്ത്രീകളുണ്ട്. സ്ത്രീകൾ വിചാരിച്ചാൽ വലിയ വിപ്ലവങ്ങൾ ഉണ്ടാക്കാൻ പറ്റും. ഇങ്ങനത്തെ ക്ലാസ്സുകളൊക്കെ സ്ത്രീകൾ ഓരോ വീടുകളിൽ, നിങ്ങൾ അയൽപ്പക്ക വീടുകളിലൊക്കെ പോകാനും ക്ഷണിക്കാനും സംസാരിക്കാനും തയ്യാറായി കഴിഞ്ഞാൽ എത്ര ആളുകളെ ദീനീ മാർഗത്തേക്ക് കൊണ്ടുവരാൻ പറ്റും. അപ്പൊ നമ്മുടെ ആരോഗ്യവും ഒഴിവു സമയവും സമ്പത്തും ഒക്കെ ഈ ദീനീ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുന്നുണ്ടോ എന്നതുകൂടി അള്ളാഹുവിൻ്റെ അടുക്കൽ നിന്നുള്ള ഒരു പരീക്ഷണമാണ് എന്ന് നമ്മൾ കൃത്യമായി തിരിച്ചറിയേണ്ടതുണ്ട്. രണ്ടാമത്തെ ഒരു വിഷയം എനിക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് ഒരു ധാരണ ഉണ്ട്, നമ്മൾ പരീക്ഷിക്കപ്പെടുമ്പോൾ എന്തോ കുരുത്തക്കേട് ചെയ്തതുകൊണ്ടാണ് നമ്മളെ പരീക്ഷിക്കുന്നത്. അത് പൊതുവേ നമ്മളെ സമൂഹത്തിലുള്ള ഒരു ചിത്രമാണ്. എനിക്ക് നല്ല അനുഭവമുണ്ട്. കാരണം എൻ്റെ 2 കൈയും ഡിസ്ലൊക്കേഷനായിരുന്നു പല സമയത്തായിട്ട്. അപ്പോൾ അത് ഒരു പ്രാവശ്യം ഡിസ്ലൊക്കേഷനായി പ്രശ്നമായി കഴിഞ്ഞാൽ ഏകദേശം ഒരു മാസം എന്ത് ചെയ്യണം, ഇങ്ങനെ കെട്ടി വെക്കണം. അപ്പോൾ ഈ മാലിയിട്ടും കണ്ട നടക്കുക. അപ്പോൾ നടക്കുന്ന സമയത്ത് പല ആളുകളും നമ്മളെ സഹപ്രവർത്തകരൊക്കെ ആയിട്ടുള്ള നമ്മളെ പിന്നെ വിശ്വാസികളും അല്ലാത്തവരൊക്കെ ഉണ്ടാവും. അപ്പോൾ അവർ ചോദിക്കുന്ന ചോദ്യമാണ് എന്ത്, അല്ല മാഷ് നിങ്ങൾ വേണ്ടാത്തൊന്നും ചെയ്യണം, ഇപ്പം ഞങ്ങളാരും കണ്ടിട്ടില്ല, നിങ്ങളെന്താ ഇപ്പം ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇടങ്ങേറുണ്ടാക്കണേ, എന്താ നിങ്ങൾ വല്ല കുരുത്തക്കേടും ചെയ്തോ? അതായത് എന്തോ നമ്മൾ ബുദ്ധിമുട്ടുണ്ടാക്കിയത് കൊണ്ടാണ് എന്ത് നമുക്ക് ഇങ്ങനത്തെ പ്രശ്നം വരുന്നത്. അങ്ങനെയുണ്ട്. നമ്മൾ പരീക്ഷിക്കപ്പെടുന്നത്, നമുക്ക് രോഗം വരുന്നത്, നമുക്ക് കടം വരുന്നത്, നമുക്ക് സാമ്പത്തിക പ്രയാസം വരുന്നത്, ഇതൊക്കെ നമ്മളെന്തോ ഒരു കുരുത്തക്കേട് ചെയ്തതുകൊണ്ടാണ് എന്നുള്ളൊരു തോന്നലാണ് എന്ത് പൊതുവെ ആളുകൾക്കുള്ളത്. ആ ധാരണയും നമ്മൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മാറ്റേണ്ടതുണ്ട്. ചിലതൊക്കെ ശിക്ഷയായിട്ട് വന്നേക്കാം. പക്ഷെ പൊതുവെ നമ്മൾ മനസ്സിലാക്കേണ്ടത്, പരീക്ഷണം എന്ന് പറയുന്നത് എന്തെങ്കിലും കുരുത്തക്കേട് ചെയ്തവന് കിട്ടണതല്ല. അതിൻ്റെ അടിസ്ഥാനം എന്താ പറയുക, ഇസ്ലാമിൻ്റെ ബേസ് എന്താ അറിയോ? ഏറ്റവും കൂടുതൽ പരീക്ഷിക്കപ്പെട്ടിരിക്കുന്നത് പ്രവാചകന്മാരാണ്. പിന്നെ അതിന് താഴെയുള്ളവരാണ്. അതായത് ദീനീ ബോധം കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും, പരീക്ഷണത്തിൻ്റെ തോത് വർദ്ധിപ്പിക്കും. ശരിക്കും മനസ്സിലാക്കി വെച്ചോളൂ. നമ്മൾ ഈ ദീനീ ദഅവത്തിന്റെ രംഗത്തേക്കാണ് പ്രവേശിച്ച് മുന്നോട്ട് പോകാൻ തുടങ്ങിയാൽ
കൂടുതൽ പരീക്ഷണങ്ങൾ നമ്മളെ തേടി വരുമെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം എത്രത്തോളം നമുക്ക് ഉറച്ചു നിൽക്കും ഇവൻ എന്ന് പരിശോധിക്കുന്നതാണ്. അതിനാണ് ജീവിതം. ഈ ദുനിയാവ് അല്ലാഹു ഒരുക്കി വെച്ചിരിക്കുന്നത് അതിനു വേണ്ടിയാണ്. അഹസിബന്നാസു അയ്യുതറകൂ അയ്യഖൂലു ആമന്നാ വഹും ലാ യുഫ്തനൂൻ. അഹസിബന്നാസ്, ജനങ്ങൾ വിചാരിക്കുന്നുണ്ടോ, അയ്യുതറകൂ, അവർ അങ്ങ് ഉപേക്ഷിച്ച് കളയുമെന്ന്, അയ്യഖൂലു ആമന്നാ, ഞങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞതുകൊണ്ട് മാത്രം അവരെ അങ്ങ് വിട്ടുകളയുമെന്ന് വിചാരിക്കുന്നുണ്ടോ? വഹും ലാ യുഫ്തനൂൻ, അവർ പരീക്ഷിക്കപ്പെടാതെ ഞങ്ങളൊക്കെ വിശ്വാസികളാണെന്ന് പ്രഖ്യാപിച്ചത് കൊണ്ട് മാത്രം അങ്ങനെ അങ്ങ് വെറുതെ വിടുന്ന അവർ വിചാരിക്കുന്നുണ്ടോ? ഖുർആന്റെ ചോദ്യം. അതിനർത്ഥം എന്താ? അവരെ പരീക്ഷിക്കുക തന്നെ ചെയ്യും. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ വലയഅലമന്നൽ കാദിബീൻ. വലഖദ് ഫതന്നല്ലദീന മിൻ ഖബ്ലിഹിം, നിങ്ങൾക്ക് മുമ്പുള്ളവരെ നാം പരീക്ഷിക്കുക തന്നെ ചെയ്തിട്ടുണ്ട്. ഫലയഅലമന്നല്ലാഹു അല്ലദീന സദഖൂ, നിങ്ങളിൽ ആരാണ് സത്യം പറയുന്നവർ എന്നറിയുന്നതിന് വേണ്ടി. വലയഅലമന്നൽ കാദിബീൻ, നിങ്ങളിൽ ആരാണ് കളവ് പറയുന്നവരെന്ന് മനസ്സിലാക്കാൻ വേണ്ടി. ഒരു പ്രതിസന്ധി വരുമ്പോഴാണ് ഒരാളുടെ നിലപാട് പുറത്തു വരിക. സാധാരണഗതിയിൽ നിലപാട് പുറത്തു വരൂല. ഒരാളെ സ്വഭാവം മനസ്സിലാകണമെങ്കിൽ എന്താ പറഞ്ഞ്, ഒന്നുകിൽ അയാളെ കൂടെ യാത്ര ചെയ്യുക, അല്ലേ, അല്ലെങ്കിൽ സാമ്പത്തിക ഇടപാട് നടത്തി വെക്കുക, അല്ലേ, ഇങ്ങനെയൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ. അയാളെ കൂടെ നീ ജീവിച്ചു നോക്കുക, അപ്പോഴാണ് മനസ്സിലാകുക. അതേപോലെ നമ്മുടെ ഒരു പ്രതിസന്ധി ഘട്ടം വരുമ്പോഴാണ് നമ്മൾ ആര് സഹായിക്കും നമുക്ക് മനസ്സിലാകുക. നമ്മളൊരു ബുദ്ധിമുട്ടിൽ പെടുമ്പോഴാണ് നമ്മൾ സാധാരണ കാണുമ്പോൾ അസ്സലാമു അലൈക്കും വലൈക്കും അസ്സലാം എന്ന് പറയുന്ന എത്ര ആളുണ്ടാവും, എത്ര കുടുംബങ്ങൾ നമുക്കുണ്ടാവും. പക്ഷെ നമ്മളൊരു ബുദ്ധിമുട്ട് പെടുമ്പോൾ ആ ബുദ്ധിമുട്ട് പറയുമ്പോൾ പല ആൾക്കാരും എന്ത് ചെയ്യൂല. അപ്പോഴാണ് യഥാർത്ഥത്തിൽ നമ്മളോട് ആർക്കൊക്കെ സ്നേഹമുണ്ടെന്ന് നമുക്ക് മനസ്സിലാകുക. അതുവരെ നമുക്കത് മനസ്സിലാവില്ല. ഇപ്പോൾ ഗൾഫിൽ നിന്നൊക്കെ വരുന്ന ചില ആൾക്കാരുണ്ട്, അവരോട് വന്നു കഴിഞ്ഞാൽ ഒരു ഇന്നോവയൊക്കെ എടുത്ത് കണ്ട് ഗംഭീരമായിട്ട് അങ്ങടിക്കണ്ടിറങ്ങും, അല്ലേ. ആ ഇന്നോവ എപ്പോഴും ഫുള്ളാവും. അത് തുറന്ന അപ്പം ഇങ്ങനെ ചക്കന്മാരൊക്കെ കയറി പോവല്ലേ വയ്ക്കും, അല്ലേ. അവിടെ ഓരോ റൂട്ടിൽ കൂടെയാണ് വിടും, ഹോട്ടലിൽ കയറും, മന്തി നിന്നും ഭയങ്കര യാത്രയൊക്കെ പോകും, ടൂറൊക്കെ പോകും. അങ്ങനെ ഒരാഴ്ചക്കാണ് കഴിഞ്ഞാണ്ട് പിന്നെ ഇപ്പം പോണ സമയത്ത് പമ്പ് കൊണ്ടുപോയി നിർത്തിയിട്ട് പിന്നെ എണ്ണ അടിച്ചിട്ടാ, ഞാൻ എൻ്റെ കാർഡ് എടുത്തിട്ടില്ല, ഫോൺ എടുത്തിട്ടില്ല, ഒന്ന് തൽക്കാലം ആരെങ്കിലും എണ്ണ അടിക്കാൻ പറഞ്ഞാൽ അപ്പോൾ അവന് തൽക്കാലം എണ്ണ അടിക്കും. അങ്ങനെ 2 വർഷം കൊണ്ട് ആവർത്തിച്ചാലോ, ഹോട്ടലിൽ കയറിയിട്ട് ബില്ല് കൊടുക്കാൻ തന്നാലോ പിന്നെ ഇന്നോവയ്ക്ക് ആളോത്സവം കിട്ടൂല. ഇതിപ്പം എൻ്റെ കയ്യിലുള്ളതൊക്കെ തീർന്നാൽ പിന്നെ എന്ത് ചെയ്തു, പിന്നെ ആരും വൈക്ക് വരില്ല. പിന്നെ ഇപ്പം പറയണ നിങ്ങളെ എനിക്ക് തിരിച്ചു പോകണമെങ്കിൽ എനിക്ക് വിസക്ക് കുറച്ച് കാശ് വേണം, നിങ്ങളാരും തരുമോ ചോദിച്ചാൽ ഒരു കുട്ടി കൊടുക്കും. എന്തെങ്കിലുമൊക്കെ നമ്മളെടുത്ത് ഉണ്ടെങ്കിൽ നമ്മളെ കൂടെ ഇങ്ങനെ പാറ്റ പിന്നെ ലൈറ്റ് കണ്ട അവിടെ പൂർണ്ണമായി ഇങ്ങനെ കൂടും. ലൈറ്റ് ഉണ്ട് ഓഫായ എല്ലാ പാറ്റയും എന്ത് ചെയ്യും, ആണ് പോകും. ആ ലൈറ്റ് ഓഫായാലും ബാക്കി നിൽക്കുന്ന പാറ്റകൾ ആരാണ്? അവരാണ് നമ്മളെ സഹായികൾ എന്ന് പറയുന്നത്. നമ്മൾ ഇരുട്ടിൽ നിൽക്കുമ്പോഴും നമ്മളെ മുന്നോട്ട് നയിക്കാൻ, നമ്മളെ കൈപിടിക്കാൻ ആരുണ്ട്? അവരാണ് നമ്മുടെ യഥാർത്ഥത്തിലുള്ള സഹകാരികൾ, സഹായികൾ എന്ന് പറയുന്നത്. അതേപോലെ പടച്ച തമ്പുരാന്റെ മാർഗത്തിൽ മുന്നോട്ട് പോകുമ്പോൾ പ്രതിസന്ധികളും പ്രയാസങ്ങളും പരീക്ഷണങ്ങളും വരുമ്പോൾ അതൊക്കെ വന്നാലും അലല്ലാ എന്ന് പറഞ്ഞുകൊണ്ട് അള്ളാഹുവിന്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുന്നവരാരാണ്? അതാണ് പറഞ്ഞത്, ആരാണ് സത്യം പറഞ്ഞവർ? അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അശ്ഹദു അന്ന മുഹമ്മദൻ റസൂലുള്ളാഹ് എന്ന ഷഹാദത്ത് കലിമയോട് 100% നീതി പുലർത്തിയവർ ആരാണ്? ഈ ഖുർആൻ സത്യമാണ്, പ്രവാചകൻ സത്യമാണ്, സ്വർഗം സത്യമാണ്, നരകം സത്യമാണ് എന്ന് പറഞ്ഞവർ ആരാണ് എന്ന് മനസ്സിലാക്കാനാണ് വലയഅലമന്നൽ കാദിബീൻ. അതുപോലെ കളവ് പറഞ്ഞവരാരാണെന്ന് മനസ്സിലാക്കാനുള്ള മാർഗം പറഞ്ഞാൽ എന്താ? പരീക്ഷണമാണ്, പരീക്ഷിക്കുന്ന ചെയ്യും. അപ്പൊ സഹോദരങ്ങളെ, നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, പരീക്ഷിക്കപ്പെടുന്നു എന്നത് ഒരിക്കലും തന്നെ ഒരു ദീനില്ലാത്തവർക്ക് ഉള്ളതല്ല, അത് ദീനുള്ളവർക്കുള്ളത് തന്നെ. ദീനിൻ്റെ ശക്തി കൂടുന്നതിനനുസരിച്ച് നമുക്ക് പരീക്ഷണം വർദ്ധിക്കും. അതെന്നിട്ടും നമ്മൾ അള്ളാൻ്റെ മാർഗത്തിൽ ഉറച്ചു നിൽക്കുമ്പോഴാണ് അള്ളാഹ് നമ്മളെ ഇഷ്ടപ്പെടുക. നാളെ പരലോകത്ത് ഈ പരീക്ഷണം ഏറ്റുവാങ്ങിയതിൻ്റെ പേരിൽ ആളുകൾക്ക് അതിൻ്റെ പ്രതിഫലം ലഭിക്കണ സമയത്ത് അവിടെ വെച്ച ആളുകൾ ചിന്തിക്കുത്രേ, എനിക്കും കുറേ പരീക്ഷണം ഇതേപോലെ കിട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ഞങ്ങളെ തൊലികളൊക്കെ മുറിച്ച് കളഞ്ഞിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു ഇതിൻ്റെ പേരിൽ. കാരണം
അന്ന് പരീക്ഷിക്കപ്പെട്ട ആളുകൾക്ക് പടച്ചോൻ കൊടുക്കുന്ന പ്രതിഫലം കാണുമ്പോഴാണ് ഇവിടെ കുറച്ച് ബുദ്ധിമുട്ടുണ്ടായാൽ മതിയായിരുന്നു എന്ന് എന്ത് ചെയ്യുക, മനസ്സിലാക്കുക. അതുകൊണ്ട് ഞാൻ പറയുന്നു, നമ്മൾ രോഗവും പ്രയാസവും ബുദ്ധിമുട്ടുകളൊക്കെ വരുമ്പോൾ, ഇപ്പോൾ അടുത്ത് ഞാനൊരു ജനാസയിൽ പങ്കെടുത്തു. അപ്പോൾ ആളുകൾക്കൊക്കെ അവിടെ പിരിഞ്ഞു പോകുമ്പോൾ ആളുകളൊക്കെ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഒക്കെ ഏകദേശം ഒരേ വാക്കുകളാണ് പറയുന്നത്. ഇദ്ദേഹം ചികിത്സയിലായിരുന്നു, അസുഖത്തിലായിരുന്നു എന്ന വിവരം ഞാനിപ്പോൾ മരിച്ചു പറഞ്ഞപ്പോഴാണ് ഞാൻ അറിയുന്നത്. അപ്പം ഞാനൊരാളോട് പറഞ്ഞു, നിങ്ങളവരെ അടുത്ത കുടുംബമല്ലേ, എന്നിട്ട് നിങ്ങൾ അറിഞ്ഞില്ല ചോദിച്ചു. അതെന്തോ ഒരു പ്രയാസമുണ്ട്, ബുദ്ധിമുട്ടുണ്ട്, ഹോസ്പിറ്റലിലാന്ന് പറഞ്ഞിരുന്നു. പിന്നെ കുട്ടികളോടൊക്കെ അന്വേഷിച്ചപ്പോൾ പറഞ്ഞു പ്രശ്നമൊന്നുമില്ല, അത് റെഡി ആയി വരുന്നുണ്ട്, അതിപ്പോൾ ആരും സന്ദർശിക്കണ്ടെന്നാണ് ഡോക്ടർ പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ഞങ്ങളാരും പോയില്ല. പക്ഷേ വിഷയം നേരെ എതിരായിരുന്നു, വ്യത്യസ്തമായിരുന്നു, കുറച്ച് മോശമായിരുന്നു. പക്ഷെ അവരുടെ ഒരു മനോഭാവമാണെന്ത്, ഇങ്ങനെ അസുഖമാകുക, ബുദ്ധിമുട്ടാകുക, അതൊക്കെ ആളുകൾ അറിഞ്ഞാൽ അതൊക്കെ ഒരു ബുദ്ധിമുട്ടാണ് എന്ന് നിലക്ക് പറയാതിരുന്നിക്കുകയാണ്, അറിയിക്കാതിരുന്നിക്കുകയാണ്. അത് അവസാനം മരണപ്പെട്ടപ്പോൾ ആൾക്കാരൊക്കെ എന്ത് ചെയ്യുന്നത് വിവരമാണ്. ഇതൊരു മൈൻഡ് സെറ്റപ്പിൻ്റെ പ്രശ്നമാണ്. ഞാൻ പറയുന്നത്, നമുക്കൊരു ചികിത്സ നടക്കുന്ന സമയത്ത് ഡോക്ടർ പറയണത് കൂടുതൽ വിസിറ്റേഴ്സിന് അനുവദിക്കൂല എന്ന് പറഞ്ഞാൽ, അല്ല അത് ശരിയാണ്, അത് പാലിക്കണം നമ്മൾ. അതല്ല, മറിച്ച് ഡോക്ടർമാർ നിർബന്ധിക്കാത്ത പക്ഷം ആളുകൾ രോഗിനെ കാണാൻ വരിക എന്നുള്ളത് ഇസ്ലാമിൽ വലിയ പുണ്യമുള്ള കാര്യമാണ് അല്ലേ. ഒരാൾ രാവിലെ ഒരു രോഗിനെ പോയി സന്ദർശിച്ചാൽ എത്രയോ മലക്കുകൾ അവർക്ക് വേണ്ടി എന്ത് ചെയ്യും, പ്രാർത്ഥിക്കുന്നല്ലേ പറഞ്ഞ് അല്ലേ. ആ പ്രാർത്ഥിക്കുന്ന ആൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിച്ചാൽ ആ പ്രാർത്ഥിച്ച വ്യക്തിക്കും കൂലിയാണ്, അയാൾക്കും എന്ത് ചെയ്യണം, അതിൻ്റെ പ്രതിഫലം കിട്ടും. അങ്ങനെ ഒരു വലിയ പുണ്യമുള്ളൊരു ഏരിയയാണ് രോഗസന്ദർശനം എന്നൊക്കെ പറയുന്നത്. പക്ഷെ ചില ആളുകൾക്ക് എന്താണെന്ന് വെച്ചാൽ പടച്ചോനോട് തന്നെ ഒരു പ്രതികാര മനോഭാവം വരണ മാതിരിയാണ്. കാരണം ഞാൻ 5 വക്ത് നിസ്കരിച്ച് എല്ലാ കാര്യങ്ങളും ചെയ്ത് മുന്നോട്ട് പോയിട്ട് എനിക്കാണല്ലോ ഇപ്പോൾ ഈ രോഗം തന്നത്, ഇന്നെയാണല്ലോ ഇപ്പോൾ ഈ സാമ്പത്തികമായിട്ട് ബുദ്ധിമുട്ടിച്ചത്. എന്നാൽ എൻ്റെ തൊട്ടപ്പുറത്തെ അയൽവാസി ഉണ്ട്, അവനാണെങ്കിലോ പിന്നെ തള്ളിട്ടാൽ പോലും പടിഞ്ഞാട്ടും തീവില്ല, ഒഴിവില്ല, ഒറ്റ വക്ത് നിസ്കരിക്കൂല. ഈ രംഗത്ത് തന്നെ അല്ല, പക്ഷേ അങ്ങനെ ഉഷാറായിട്ട് അവൻ്റെ കച്ചവടം ബിസിനസ്സൊക്കെ പരിപാടി ഇന്ന പടച്ചോൻ പ്രയാസപ്പെടുത്തും. ഇതൊരു തോന്നലുണ്ട് ആളുകൾക്ക്, അത് നമ്മൾ മാറ്റണം. വിശ്വാസികൾക്ക് പരീക്ഷണത്തോടുള്ള സമീപനം അതാകാൻ പാടില്ല. മറിച്ച് നമുക്കെന്ത് പ്രയാസവും ബുദ്ധിമുട്ടുകളും വന്നാലും അതൊക്കെ നമ്മളെ അള്ളാഹു പരീക്ഷിക്കുകയാണ് എന്ന് ശരിക്കും ഉൾക്കൊണ്ടുകൊണ്ട്. ഇപ്പോൾ രോഗമാകട്ടെ, രോഗം വന്നാൽ എന്താ, നമ്മളെന്നോ രോഗം വരും എന്ന് പ്രതീക്ഷിച്ചിരിക്കുന്ന ആൾക്കാരാണ് നമ്മൾ അല്ലേ. അൽഹംദുലില്ലാ അല്ലേ, നമ്മൾ രാവിലെ എണീക്കുമ്പോഴുള്ള പ്രാർത്ഥന എന്താ, അൽഹംദുലില്ലാഹി അല്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വ ഇലൈഹിൻ നുശൂർ. മരണത്തിൽ നിന്നും വീണ്ടും ഞങ്ങൾക്ക് ജീവൻ നൽകി അള്ളാഹുവേ, നിനക്കാകുന്നു എന്ത് സർവസ്തുതിയും. അതായത് ഒരു ദിവസം നമ്മൾ പായിന്ന് എഴുന്നേൽക്കാൻ കഴിഞ്ഞു എന്നുള്ളത് തന്നെ അൽഹംദുലില്ലാ വലിയ കാര്യമാണ്. ഇപ്പോൾ കോഴിക്കോട് പോലുള്ള ഒരു വലിയ നഗരം, ഒരു നാൽക്കവല, ആ നാൽക്കവലയിൽ വാഹനങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുകയാണ്. ആ ചീറിപ്പാഞ്ഞുകൊണ്ടിരിക്കുന്ന വാഹനങ്ങൾക്കിടയിലൂടെ ഒരു 3 വയസ്സായ കുട്ടി ആ ഒരു റോഡ് അവിടെ ഓടിയാണ് ക്രോസ് ചെയ്യുന്നത്. വണ്ടികൾ ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അതിൻ്റെ ഇടയിൽ എന്ത് ചെയ്തു, ഒരു കുട്ടി നമ്മളെ കൈ വിട്ടുകൊണ്ട് ആ ഒരു നാഷണൽ ഹൈവേ ക്രോസ് ചെയ്തിട്ട് അത് കുട്ടി ഒരു കുഴപ്പം വരാതെ അപ്പുറത്ത് കണ്ട് എത്തിയാൽ നമ്മളൊരു അൽഹംദുലില്ലാ പറയലില്ലേ, ചില്ലറ അൽഹംദുലില്ലാണത്. അതേപോലെ അൽഹംദുലില്ലാ പറയേണ്ടതാണ് എന്ത്, ഇപ്പോൾ വെള്ളം കുടിച്ചാൽ അൽഹംദുലില്ലാ. എന്താ കാര്യം എന്നറിയോ, ഈ വെള്ളം ഇവിടുന്ന് ചുണ്ടുന്നുണ്ട് ഇറങ്ങിയിട്ട് അത് ഈ അന്നനാളത്തിൽ കൂടി ഇറങ്ങി അതിൻ്റെ എല്ലാ ഭാഗത്തും എത്തി, പിന്നെ അത് ശരിക്കും അതിൻ്റെ പ്രോസസ്സ് പൂർത്തിയാക്കി അത് കിഡ്നി പ്രവർത്തിച്ച് അത് മൂത്രമായി പുറത്തേക്ക് തള്ളുന്നൊരു സ്വഭാവമല്ലേ. ഇത്രയും പ്രൊസീജിയർ നടക്കുമ്പോൾ ഈ കുട്ടി റോട്ടിലൂടെ ഓടിയതിലേറെ സീരിയസ് ആയ മേഖലകളിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, ഈ വെള്ളം പോണത്. അതുപോലെ നമ്മൾ ശ്വാസം ഒരൊറ്റ പ്രാവശ്യം എടുക്കും പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോഴേ എന്തൊക്കെ പ്രൊസീജിയർ നമ്മളെ ഇതിൽ നടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ മൂത്രം ഒഴിക്കാതെ പ്രയാസപ്പെട്ട ആൾക്കാർ ഇവിടെ ഇരിക്കുന്നുണ്ടാവും. മൂത്ര തടസ്സം വന്നിട്ട്, മൂത്രച്ചൂടൊക്കെ വന്നിട്ട് അല്ലേ, ഒരു തുള്ളി മൂത്രം പോകാതെ വരുമ്പോൾ ഉണ്ടാകുന്ന വേദന നിങ്ങൾ ആലോചിച്ച് നോക്കി. അപ്പം ഇതൊക്കെ നമുക്കൊരു പങ്കുമില്ലാതെ പടച്ചോ അതൊക്കെ എന്ത് ചെയ്യാണ്, നോർമലായിട്ട് ഇങ്ങനെ നടത്തി തരികയാണ്. അപ്പം നമുക്ക് ഇതിൻ്റെ വില അറിയണില്ല. അതുപോലെ നമ്മൾ എടുക്കുന്ന ശ്വാസം, ഈ ഓക്സിജൻ്റെ വില എപ്പോഴാണ് അറിയാം, ICUവിൽ കൊണ്ടുപോയിട്ടിട്ട് ഒരു 2-3 ആഴ്ച കഴിഞ്ഞിട്ട് ആ ICUവിന് ഓക്സിജൻ്റെ ബില്ല് തരുമ്പോൾ മനസ്സിലാവും എത്ര ഓക്സിജൻ്റെ വില. അത് വെറുതെ കിട്ടുമ്പോൾ നമുക്ക് ഇതിന് മനസ്സിലാവില്ല. അപ്പം ഞാൻ പറയണതെന്ന് വെച്ചാൽ ഇതൊക്കെ നമുക്ക് പടച്ചോ നമുക്ക് തരികയാണ്. അപ്പം ഇതൊക്കെ എപ്പോഴും നിന്നു പോകാമെന്നാണ് നമ്മൾ വിചാരിക്കേണ്ടത്. അപ്പം ഇന്ന് നിന്നിട്ടില്ല, അൽഹംദുലില്ലാ, ഇന്ന് എനിക്കൊരു കുഴപ്പമില്ലാത്തൊരവസ്ഥ കിട്ടി, നാളെ എനിക്കൊരു കുഴപ്പമില്ലാത്ത, അതുകൊണ്ട് ഞാൻ കൂടുതൽ അള്ളാഹ്ക്ക് ശുക്ർ ചെയ്യുക, ഞാൻ നല്ല നിലക്ക് മുന്നോട്ട് പോവുക എന്നല്ലേ നമ്മൾ തീരുമാനിക്കേണ്ടത്. എന്നിട്ടൊരു ബ്ലോക്ക് നമുക്ക് വരികയാണെങ്കിലോ, ഇതിൻ്റെ പടച്ചോൻ പരീക്ഷിക്കാൻ വേണ്ടി തന്ന അത് 2 കൈയും കൂട്ടി നമ്മൾ സ്വീകരിക്കുക. ഒരിക്കലും നമുക്ക് എന്തുണ്ടാകാൻ പാടില്ല, അതിനോടൊരു വിഷമം ഉണ്ടാകാൻ പാടില്ല, പടച്ചോനോടൊരു കോപം നമുക്ക് ഉണ്ടാകാൻ പാടില്ല. ആ സമയത്ത് നമ്മൾ ഉറച്ചു നിൽക്കാൻ നമുക്ക് കഴിയണം. എന്താ അവിടെ നോക്കി നിങ്ങൾ
ഒരു പനി വന്നാൽ പോലും ആ പനിക്ക് വിശ്വാസിയാണെങ്കിൽ എന്തുണ്ട്? കൂലുണ്ട്. അജബല്ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിന്റെ കാര്യം അത്യത്ഭുതകരമാണ്. എന്താ കാര്യം? അവനൊരു ഹൈറാണ് ഉണ്ടായിട്ടുള്ളത് എങ്കിൽ ശകറ, അവൻ നന്ദി ചെയ്യും. ഫകാന ഹൈറല്ലൗ, അപ്പൊ അവൻ എന്ത് ചെയ്യും? അത് ഹൈറാവും. എന്നാൽ അവൻ എന്തെങ്കിലും മുസീബത്തുകളാണ് ബാധിച്ചതെങ്കിലോ സ്വബറ, അവൻ ക്ഷമിക്കും. അപ്പൊ അതും അവന് ഹൈറായിട്ട് വരും. ഇത് മുഅ്മിനുകൾക്ക് മാത്രമുള്ള കാര്യമാണ്. നമ്മൾ ആലോചിച്ച് നോക്കി നമ്മളെ കാര്യം. ശരിക്കും വിശ്വാസം അടിയുറച്ച് നിൽക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിൽ എന്തെല്ലാം ഉണ്ടാകുന്നുവോ അതെല്ലാം അവന് ഹൈറാണ്. അപ്പൊ നമുക്ക് എന്ത് ബുദ്ധിമുട്ടും പ്രയാസവും, അത് രോഗമാകട്ടെ, അസുഖമാകട്ടെ, വേറെന്തെങ്കിലും പരീക്ഷണമാകട്ടെ, ഇനി നമ്മളെ കുട്ടികളെ കല്യാണം നടന്നു, ആ കല്യാണം ഡൈവേഴ്സായി, അതിൻ്റെ പേരിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ ഉണ്ടായി, അപ്പോഴേക്കാകെ ഡെസ്പായി, ഡിപ്രഷനായി. അപ്പൊ ഇങ്ങനെ എന്താ പടച്ചോനെ കൊണ്ട് കണ്ടുകുണാവർന്ന് കണ്ടവനോടൊക്കെ പരാതി പറഞ്ഞ് പായേരം പറഞ്ഞ് അങ്ങനെ നടക്കുന്ന ഒരാളാകാൻ പാടില്ല വിശ്വാസി. നമുക്ക് എപ്പോഴായാലും ഒരു ഊർജമുള്ള ആളായിരിക്കണം നമ്മൾ. ജീവിതത്തിൽ എന്ത് സംഭവിച്ചാലും ഇതൊക്കെ എൻ്റെ പടച്ചോന്റെ തീരുമാനമാണ് ഒന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് എന്ത് ചെയ്യണം? കഴിയേണ്ടതുണ്ട് എന്നാണ് ആ വിഷയത്തിൽ എനിക്ക് പറയാനുള്ളത്. മാത്രം എന്താന്ന് ചോദിച്ചാൽ, പിന്നെ ഇവിടെ ജീവിതം പരീക്ഷണമാണ് എന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രമേ ശരിക്കും എന്ത് ചെയ്യാൻ പറ്റുള്ളൂ? എല്ലാ ദുരന്തങ്ങളെയും മറികടക്കാൻ കഴിയുള്ളൂ. ഇതിനധികം തെളിവൊന്നും വേണ്ടി ആരും തേടി പോകേണ്ട കാര്യമില്ല. വ്യക്തി ജീവിതത്തിൽ വരുന്ന രോഗമാകട്ടെ, നമ്മുടെ കുടുംബത്തിൽ ആർക്കെങ്കിലും വരുന്ന ബുദ്ധിമുട്ടുകളാകട്ടെ, ആക്സിഡന്റുകളാകട്ടെ, പെട്ടെന്നുള്ള നമ്മുടെ സ്വത്തിൻ്റെ എന്തെങ്കിലും നാശനഷ്ടങ്ങളാകട്ടെ. ഇപ്പം കാറ്റൊക്കെ അടിച്ചിട്ട് റബ്ബർ പുഴങ്ങി പോകുന്നുണ്ട്, വാഴ കൊലക്കാൻ നിന്ന വാഴ ഒന്നിച്ച് പിന്നെ ഇല്ലാതായി മാറുന്നുണ്ട്, അല്ലേ? ഇങ്ങനത്തെ പ്രശ്നങ്ങളൊക്കെ വരുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പം നമ്മളെ കേരളം എന്ന് പറഞ്ഞാൽ എന്താ അവസ്ഥ? മഴക്കാലം എന്ന് പറഞ്ഞാൽ ഒരു പേടിയുടെ കാലമായി മാറിയിരിക്കുന്നു. ഇപ്പം ഇന്ന് ഞങ്ങൾ കോഴിക്കോട്ട് നിന്ന് പോരുമ്പോൾ വാർത്തല്ല, പക്ഷെ അവിടുന്ന് ഇവിടുന്ന് പുളിക്കൊക്കെ എത്തി കുറച്ച് ഏകദേശം മഗ്‌രിബായപ്പോഴേക്ക് എന്തായി? ഓരോ ജില്ലയിൽ നാളെ അവധിയാണ് ഇന്നിങ്ങനെ പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ കുട്ടികൾ ഇങ്ങനെ പാല് തിളച്ചിക്കണോ നോക്കണമാതിരി കലക്ടർമാരെ പേജ് ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളുടെ ജില്ലയ്ക്ക് എപ്പോഴാണ് പറയാം, ഞങ്ങളുടെ ജില്ലയിൽ എപ്പോഴാണ് പറയാം. കാരണം എന്താ വെച്ചാൽ മഴ പെയ്യാന്ന് പറഞ്ഞാൽ പേടിയായി. അപ്പം അതിൻ്റെ പുറമെ എന്തായി എന്ന് വെച്ചാൽ നാഷണൽ ഹൈവേ കൂടി വന്നതോടുകൂടി അതിലേറെ പേടിയായി. കാരണം ആ ഹൈവേ എപ്പോഴാണ് ഒളിഞ്ഞിടുക എന്നുള്ളതാണ് ഇപ്പോഴുള്ള ഏറ്റവും വലിയൊരു പ്രശ്നം. അതായത് കേരളം എന്ന് പറഞ്ഞാൽ വളരെ ജനസാന്ദ്രതയുള്ള പിന്നെ ഒരു ഈ മലനാട്, ഇടനാട്, തീരപ്രദേശം എന്ന് പറഞ്ഞ 3 ഭൂപ്രകൃതികൾ സംഗമിക്കുന്ന വളരെ ചുരുങ്ങിയൊരു പ്രദേശമാണ്. ഈ പ്രദേശത്ത് മഴ ഇങ്ങോട്ട് പെയ്ത് കഴിഞ്ഞാൽ ഒന്നായിട്ട് ഒഴിച്ചിട്ട് പെട്ടെന്ന് പ്രളയം ഉണ്ടാകുന്ന സാഹചര്യം. ഇപ്പോൾ ഈ റോഡും കാര്യങ്ങളൊക്കെ ഇപ്പോൾ ഈ പുളിക്കലിൻ്റെയൊക്കെ പ്രദേശം എന്ന് പറഞ്ഞാൽ, ഞാൻ ഇന്നലെ രാത്രിക്കത്തെ മഴ കണ്ടപ്പോൾ ഇന്ന് രാവിലെ ഇതിൽ പോകാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചിട്ടില്ല. ഞാൻ PN പറഞ്ഞത് പിന്നെ ഞങ്ങളുടെ നാട്ടിലത്തെ മഴ അനുസരിച്ച് ഇവിടെ വരുമ്പോൾ ശരിക്കും നിങ്ങളെ പുളിക്കൽ അങ്ങാടി മൂടണം. കാരണം പുളിക്കൽ അങ്ങാടിയിൽ കുറച്ച് മഴ ചെയ്താൽ മതി, എന്ത് ചെയ്യും? വെള്ളം പൊന്തും. പിന്നെ നമ്മളൊരു കാർ ഓടിച്ച് പോകുമ്പോൾ കാണാൻ എല്ലാ ഷട്ടറിൻ്റെ ഉള്ളിലേക്കും വെള്ളം അങ്ങനെ പോകണം. അപ്പം ഇതാണ് നമ്മളെ നാട്ടിലുള്ള ഒരു ഇപ്പോഴത്തെ ഒരവസ്ഥ പ്രകൃതിപരമായിട്ട്. മറ്റൊന്നുള്ളൊരു പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ, മൊത്തത്തിൽ ഇന്ന് വർഗീയ ധ്രുവീകരണം മറ്റൊരു ഭാഗത്ത് എന്ത് ചെയ്യുന്നുണ്ട്? നടക്കുന്നുണ്ട്. ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റി ഒട്ടനവധി പ്രശ്നങ്ങൾ അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇന്ന് മുസ്ലിം കമ്മ്യൂണിറ്റിക്ക് എതിരിലുള്ള നിയമനിർമ്മാണങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് വഖഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഇന്നുണ്ടായിരിക്കുന്ന ബില്ല്. ആ ബില്ലിലുള്ള കാര്യങ്ങൾ അത് നമ്മളെ സമൂഹത്തിൽ വലിയ ചർച്ചയാണ്. അതേപോലെ തന്നെ ഇസ്ലാമോഫോബിക്കായുള്ള ഒരു പരിസരം ഇന്ന് മൊത്തത്തിൽ ഇന്ത്യ രാജ്യത്ത് ഒരുങ്ങിയിട്ടുണ്ട്. അതിൻ്റെ പല രീതിയിലുള്ള അനുരണനങ്ങൾ ഇന്ന് കേരളത്തിലും എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ന് താടി കണ്ടാൽ, പർദ്ദ കണ്ടാൽ ഒരു പ്രത്യേക രീതിയിൽ ആളുകളെ കാണുന്ന ഒരു സ്വഭാവം എന്ത് ചെയ്യുന്നുണ്ട്? ഇന്ന് വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. യൂട്യൂബിലൊക്കെ ഈ വെറുപ്പ് പ്രചരിപ്പിക്കുന്ന ഒരുപാട് യൂട്യൂബർമാർ ഇന്ന് രംഗത്ത് വന്നിട്ടുണ്ട്. അതിനൊക്കെ ലക്ഷക്കണക്കിന് വ്യൂവേഴ്സിനെയാണ് നമ്മളിന്ന് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമ്മുടെ മുമ്പിലുള്ള കുറേ പ്രശ്നങ്ങളാണ്. അതിൻ്റെയൊക്കെ പുറമെ വേറുള്ള ദുരന്തങ്ങളും അപകടങ്ങളും ഒക്കെ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. ഞാൻ പറയുന്നത്, ഇപ്പോൾ ഈ കഴിഞ്ഞ ദിവസം നിങ്ങൾ കണ്ടില്ല അഹമ്മദാബാദിലെ പിന്നെ വിമാനാപകടം. ആ അഹമ്മദാബാദിലെ വിമാനാപകടം എന്താ സംഭവിച്ചത്? ശരിക്ക് തകരാൻ വേണ്ടി ഉയർന്ന ഒരു വിമാനം, അത്രയല്ലേ പറയേണ്ടുള്ളൂ. പൊന്തി ഏതാനും മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്ക് ബിൽഡിങ്ങിലിടിച്ച് ഒരു തീഗോളമായി മാറി. നമ്മളൊന്ന് ആലോചിച്ച് നോക്കി. ആ സീറ്റ് ബെൽറ്റ് ഇരിക്കണ മനുഷ്യന്മാർ കത്തിക്കരിഞ്ഞിന് പോയിക്കണം. അപ്പം ഇന്ന് വൈകുന്നേരത്തെ വാർത്ത അനുസരിച്ച് 6-7 ആളുകളെ മാത്രമേ ഇപ്പോഴും അവർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടുള്ളൂ. ബാക്കിയൊക്കെ DNA ടെസ്റ്റ് എടുത്തുകൊണ്ട് ആൾക്കാരെ അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. അവിടെ ആ ബിൽഡിങ്ങിലുണ്ടായിരുന്ന 10-20ലധികം കുട്ടികൾ എന്ത് ചെയ്തു? മരണപ്പെട്ടു. ഇപ്പം എത്രയോ ആളുകൾ അത്യാസന്ന അവസ്ഥയിലാണ്. ഒരൊറ്റ നിമിഷം കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്? ഈ സാഹചര്യങ്ങൾ മാറി മറിയുന്നത്. ഞാൻ ചോദിക്കുന്ന ചോദ്യം, ഇതെന്നെ കേൾക്കുന്ന എല്ലാവരും ചിന്തിക്കേണ്ട ചോദ്യമാണ്. ലിബറലുകൾ ചിന്തിക്കേണ്ട കാര്യമാണ്. മതനിരാസത്തിന്റെ വക്താക്കൾ ചിന്തിക്കേണ്ട കാര്യമാണ്.
മതനിഷേധികൾ മറുപടി പറയേണ്ട വിഷയമാണ്. എന്താ ഉത്തരം പറയാനുള്ളത്? ജീവിതം ഒന്നേ ഉള്ളൂ എന്ന് വിശ്വസിക്കുകയും വാദിക്കുകയും ചെയ്യുന്ന ആളുകൾ മറുപടി പറയേണ്ട ഒരു വിഷയമാണ്. ഇതിനെന്തു മറുപടി പറയാനുണ്ട്? ഈ 241 മനുഷ്യന്മാരുടെ ജീവിതം, ആ വിമാനം ഉയർന്നു പോകുന്ന അതിൻ്റെയും ഉയരത്തിൽ സ്വപ്നങ്ങൾ കണ്ട് ജീവിക്കുന്നവരാണ് അവരൊക്കെ. ആ സ്വപ്നങ്ങൾ പൂവണിയാൻ ആർക്കാ സാധിച്ചത്? ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ ഇവരെ പറ്റിയുള്ള കഥകൾ പത്രങ്ങളിൽ വരും അല്ലേ? ഓരോരുത്തർ എന്തിനാ യാത്ര ചെയ്തത്, എല്ലാ പരീക്ഷ ഇന്റർവ്യൂവും കാര്യങ്ങളും പാസ്സായ ശേഷം അവര് ജോലിക്ക് വേണ്ടി പോവുകയായിരുന്നു, അപ്പോഴാണ് ഈ മരണപ്പെട്ടത്. എന്തൊക്കെ വരും അല്ലേ? കല്യാണം കഴിഞ്ഞിട്ട് ഇതുവരെ ഭർത്താവിൻ്റെ അടുത്ത് താമസിക്കാൻ പറ്റിയിട്ടില്ല, അതിനുവേണ്ടി ഭർത്താവിൻ്റെ അടുക്കിലേക്ക് പോവുകയായിരുന്നു, അപ്പോഴാണ് ഈ മരണപ്പെട്ടു പോയത്. ഇങ്ങനെ ചോദിക്കുമ്പോൾ ഇവർക്കൊക്കെ പിന്നെ ഈ ദുനിയാവിലൊന്നും കിട്ടാനില്ല, പിന്നെ ഇനിയൊരു ജീവിതം ഇല്ലെങ്കിൽ എന്തായിരിക്കും ഒരവസ്ഥ? എന്താ മറുപടികൾ? ഇവിടെ മറുപടി പറയാൻ പറ്റുക ഈ വിശ്വാസത്തിന് മാത്രമേ ഉള്ളൂ, ഈ മതത്തിന് മാത്രമേ ഉള്ളൂ. അതിന് മതത്തിന് മറുപടി ഉണ്ട്. അത് ചില്ലറ മറുപടി ഒന്നുമല്ല. ഒരു ദുരന്തവും ഒരപകടവും മരണവാർത്തയും കേട്ടാൽ പറയാൻ നമുക്കൊരു വാചകം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. എന്താണ് ആ വാചകം? الذين إذا أصابتهم مصيبة قالوا إنا لله وإنا إليه راجعون. വിശ്വാസികളെ പറ്റി അല്ലാഹു പറയാണ്, الذين إذا أصابتهم مصيبة, അവർക്കെന്തെങ്കിലും മുസീബത്തുകൾ ബാധിച്ചാൽ ഖാലൂ, അവർ പറയും, ഇന്നാ ലില്ലാഹി വ ഇന്നാ ഇലൈഹി റാജിഊൻ, ഞങ്ങൾ അല്ലാഹുവിങ്കിൽ നിന്നുള്ളവരാണ്, അവങ്കിലേക്ക് തന്നെയാകുന്നു ഞങ്ങളുടെ മടക്കവും. എന്തൊരു വാചക നോക്കിങ്ങൾ! എത്രയോ ആഴവും പരപ്പുമുള്ള ഒരാശയമാണിത്. ഇന്ന് സമൂഹത്തിൽ ഉയർന്നു കേൾക്കുന്ന മുഴുവൻ ചോദ്യങ്ങൾക്കുമുള്ള ഉത്തരമാണത്. എന്താ ഉത്തരം? ഞങ്ങൾ അള്ളാന്റെ അടുത്ത് നിന്ന് വരുന്നവരാണ്, ഞാൻ അള്ളാന്റെ അടുത്തേക്ക് തന്നെ പോകുന്നത്, ഇപ്പം ഞങ്ങൾ അള്ളാന്റെ അടുത്തേക്ക് മടങ്ങി, ഇത്രേ ഉള്ളൂ. അതിൻ്റെ അപ്പുറം ഒരു ആശ്വാസം എന്താ ഉള്ളത്? അതിൻ്റെ അർത്ഥം എന്താ അറിയോ? ജീവിതം എന്ന് പറഞ്ഞാൽ ഈ ദുനിയാവ് മാത്രമല്ല, ഇതിന് ശേഷമാണ് യഥാർത്ഥ ജീവിതം ഉള്ളത്. വല്ലാഹിറത്തു ഖൈറും വ അബ്ഖാ, ഏറ്റവും നല്ലതും എന്നും ബാക്കിയാകുന്നതും പരലോകമാകുന്നു എന്ന വിശ്വാസം. കുല്ലു നഫ്സിൻ ദായിഖത്തുൽ മൗത്ത് ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിൻ നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ് വമൽ ഹയാത്തുദ് ദുനിയ ഇല്ലാ മതാഉൽ ഗുറൂർ. എല്ലാ ആത്മാവും മരിക്കന്നെ ചെയ്യും. ഒരു വലിയ സത്യമാണ്. ഹിറ്റ്ലർക്ക് നിഷേധിക്കാൻ സാധിക്കാത്ത സത്യം, മുസോളിനിക്ക് നിഷേധിക്കാൻ സാധിക്കാത്ത സത്യം, നമ്രൂദുമാർക്ക് നിഷേധിക്കാൻ കഴിയാത്ത സത്യം, ഫിർഔനിനും ഹാമാനിനും നിഷേധിക്കാൻ കഴിയാത്ത സത്യം, ഇന്നും ഈ ലോകത്ത് മതത്തെ വെല്ലുവിളിക്കുന്നവർക്ക് പോലും നിഷേധിക്കാൻ കഴിയാത്ത സത്യം. ആരെങ്കിലും ഒന്ന് പറയട്ടെ, മതല്ല, പടച്ചല്ല, പരലോകല്ല എന്നൊക്കെ പറയുന്ന ആളുകളുണ്ടല്ലോ, അവർ പറയട്ടെ ഞാനിവിടെ എല്ലാ കാലത്തും ജീവിക്കുന്നു, ഞാൻ മരിക്കില്ല എന്നൊന്ന് പറയട്ടെ. അവര് പറയാൻ കഴിയില്ല എന്ന് മാത്രമല്ല, അവരും ഒരു പ്രത്യേക സമയം ഉണ്ടാവുമ്പോൾ അവരും ഈ മരണത്തിന് വിധേയമാവും. ഒരാൾക്കും ഇവിടെ നിൽക്കാൻ കഴിയില്ല. എല്ലാവരുടെ കണ്ണിൻ്റെ കാഴ്ചയും ഒരു പ്രത്യേക സമയം വരുമ്പോൾ മങ്ങും. എല്ലാവരുടെ കാതിൻ്റെ കേൾവിയും ഒരു പ്രത്യേക സമയം വരുമ്പോൾ കാതിൻ്റെ കേൾവി കുറയും. എല്ലാവരുടെ ഈ രക്തമോടുന്ന ആ ധമനികളും ക്ഷയിക്കും, രക്തമോട്ടം നിലക്കും, തൊലികൾ ചുളുങ്ങും, അവരുടെ സൗന്ദര്യം നഷ്ടപ്പെടും. ഒരു പ്രത്യേക സമയമാകുമ്പോൾ അവർ അള്ളാഹു തിരിച്ചു കൊണ്ടുപോകും. യാതൊരു സംശയമില്ല കാര്യത്തിൽ. മരണത്തിന് ഒരാൾക്കും രക്ഷയില്ല. സത്യമല്ലത്, തടുക്കാൻ കഴിയില്ല. ഈ നിരീശ്വരവാദികൾ പറയട്ടെ എന്ത്, മരണത്തിന് ശേഷം മരണമല്ല എന്ന് പറയട്ടെ, പറയാൻ കഴിയില്ല, അത് സംഭവിക്കും. അതേപോലെ തന്നെ സത്യമാണ് എന്തറിയോ, മരിച്ചതിന് ശേഷം കബറിൽ കൊണ്ടുപോയി വെച്ച് ഒരു പ്രത്യേക സമയമാകുമ്പോൾ കാഹളത്തിൽ ഊതപ്പെട്ട രണ്ടാമത് എഴുന്നേറ്റിട്ട് വരുന്നുണ്ട്. അതും ഒരാൾക്കും നിഷേധിക്കാൻ പറ്റില്ല. 9 മാസവും 10 ദിവസവും തികഞ്ഞ ഒരു കുട്ടി ഉമ്മാൻ്റെ വയറ്റിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങൂലേ, പ്രസവിക്കൂല ഉമ്മ. അതെത്രമേൽ സത്യമാണോ അതിലേറെ സത്യമാണ് മരിച്ചതിന് ശേഷം നമ്മൾ രണ്ടാമത് എഴുന്നേറ്റ് വരും. നിങ്ങൾ ഇതിന് ശേഷം മരിക്കുക തന്നെ ചെയ്യും. അത് അംഗീകരിച്ചവരോട് അല്ലാഹു പറയാണ്, ഖിയാമത്ത് നാളിൽ നിങ്ങൾ രണ്ടാമത് എഴുന്നേറ്റ് വരിക തന്നെ ചെയ്യും. സത്യമാണത്, തർക്കിക്കേണ്ട കാര്യമല്ല. ഒരു കുട്ടി ഗർഭപാത്രത്തിൽ കിടക്കുമ്പോൾ അവനോട് പറയണത് നമ്മൾ, ഇനി നീ ഒരു 9 മാസവും 10 ദിവസവും കഴിഞ്ഞാൽ ഈ ഒരു ഭൂമി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവും. അവിടെ ആകാശം ഉണ്ടാവും, അവിടെ കടലുണ്ടാവും, ആ കടലിൽ തിരമാലകളുണ്ടാവും, അതിൽ മുക്കുവന്മാരുണ്ടാവും, അതിൽ കപ്പലുകളുണ്ടാകും.
ആകാശത്തുകൂടെ വിമാനങ്ങൾ ചീറിപ്പായും, മനുഷ്യന്മാർ എന്ന് പറഞ്ഞ ഒരു വർഗം നിനക്ക് കാണാം, ആന എന്ന് പറഞ്ഞിട്ട് വേറൊരു സാധനം കാണാം, സമുദ്രത്തിൽ തിമിംഗലങ്ങൾ ഉണ്ടാകും, നക്ഷത്രങ്ങൾ ഉണ്ടാവും ആകാശത്ത്. ഇതൊക്കെ പറഞ്ഞാൽ ആ കുട്ടിക്ക് വിശ്വസിക്കാൻ കഴിയും. കാരണം ആ കുട്ടിക്ക് മുന്നിൽ വെറും ഇരുട്ട് മാത്രമേ ഉള്ളൂ. പക്ഷെ ആ കുട്ടി അംഗീകരിച്ചില്ല എന്ന കാരണം കൊണ്ട് ഭൂമി ഇല്ല എന്ന് പറയാൻ പറ്റുമോ? നക്ഷത്രമില്ല എന്ന് പറയാൻ പറ്റുമോ? സൂര്യനില്ല എന്ന് പറയാൻ പറ്റുമോ? കടലില്ല എന്ന് പറയാൻ പറ്റുമോ? ഈ പറഞ്ഞതൊക്കെ ഇവിടെ വന്നാൽ കാണൂലേ? ഇതുപോലെയുള്ള സുഹൃത്തുക്കളെ എന്ത് ഈ മരിച്ചതിന് ശേഷം എന്ത് ചെയ്യും? ഇന്ത്യയിൽ പരലോകമുണ്ട്, അവിടെ നരകമുണ്ട്, സ്വർഗമുണ്ട്. ആ നരകം നിങ്ങൾക്ക് താങ്ങാൻ കഴിയില്ല. ആ നരകത്തിൽ നിന്ന് രക്ഷപ്പെടലാണ് നിങ്ങളുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ. ഖിയാമത്ത് നാളിലാണ് നിങ്ങളുടെ പ്രവർത്തനത്തിന്റെ മുഴുവൻ പ്രതിഫലവും ഖിയാമത്ത് നാളിലാണ് നിങ്ങൾക്ക് പൂർത്തീകരിച്ചു തരിക എന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ഒരാൾക്കും ഇത് പൂർത്തീകരിച്ചു തരാൻ കഴിയില്ല സുഹൃത്തുക്കളെ. ഇപ്പോ ഇസ്രായേൽ ഇതുവരെ ഗസയിലാണ് ബോംബ് വർഷിച്ചത്. എത്രയോ കുട്ടികളെ, നിരപരാധികളെയാണ് കൊന്നൊടുക്കിയത്. ഇപ്പൊ ഇറാനിലേക്ക് തിരിച്ചിരിക്കുന്നു. ഇനി പശ്ചിമേഷ്യയിൽ മൊത്തത്തിൽ ഒരു യുദ്ധത്തിന്റെ അണിയർ പ്രവർത്തനങ്ങളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്ര മനുഷ്യന്മാരാണ് ഇതിലൊക്കെ മരിക്കാൻ പോകുന്നത്? ഇവരൊക്കെ കൊന്ന ആളുകളെ നമ്മളെ കൈ കിട്ടിയാൽ തന്നെ എത്ര പ്രാവശ്യം കൊല്ലാൻ പറ്റും നമുക്ക്? ഇതൊക്കെ ഇവർ ചെയ്തതിനനുസരിച്ചുള്ളൊരു കൂലി കൊടുക്കാൻ, പ്രതിഫലം കൊടുക്കാൻ അതിന് നാളെ നരകം കൊണ്ട് മാത്രമേ കഴിയൂ. അവിടെ ജീവിതമല്ല മരണമല്ല. അവരന്നേ ദിവസം മുതൽ കടന്ന് എരിയുക തന്നെ ചെയ്യും. തൊലിങ്ങാണ് കത്തിപ്പോകുമ്പോൾ അടുത്ത തൊലിന് തരുന്ന, അടുത്ത തൊലിന് തരും. എന്തൊക്കെ ഇവിടെ ചെയ്തോ അതിനനുസരിച്ച് അവരത് അനുഭവിക്കേണ്ടി വരും. അവിടുന്ന് ഒരിക്കലും മുങ്ങാൻ കഴിയില്ല, അവിടെ ആത്മഹത്യ ചെയ്യാൻ കഴിയില്ല, അവിടെ മരിക്കാൻ കഴിയില്ല. അനുഭവിച്ചിട്ടേ വിടുള്ളൂ. അത് നമ്മള് ബുദ്ധിക്ക് ഇണങ്ങണില്ലേ? ആരെ ബുദ്ധിക്ക് ഇണങ്ങാത്ത? അതേപോലെ തന്നെ വിശ്വാസികളാണെങ്കിൽ ഇവിടെ വിമാനാപകടത്തിലല്ല, ക്യാൻസർ വന്നിട്ടല്ല, എങ്ങനെ മരിച്ചാലും അതിനൊക്കെ പ്രതിഫലം എന്ത് ചെയ്യും? പരലോകത്ത് കിട്ടും. ഒരാൾ ഒരു വിശ്വാസിയാണെങ്കിൽ മുങ്ങി മരിച്ചു എന്ന് കരുതുക, ഷഹീദിന്റെ കൂലിയാണ്. എന്തെങ്കിലും അസുഖം ഉണ്ടായി എന്ന് കരുതുക, പാപങ്ങളൊക്കെ പുറത്തു വരും. എന്താ പ്രശ്നം? അപ്പൊ പരലോകം മുന്നിൽ വെച്ച് ചിന്തിച്ചാൽ ഈ പരീക്ഷണങ്ങളൊന്നും ഒരു പ്രശ്നമല്ല. അപ്പൊ വിശ്വാസിക്ക് പരീക്ഷണങ്ങൾ വന്നാലും അവന് സന്തോഷം ഉണ്ടാവുള്ളൂ. കാരണം എന്താ? ഈ ബുദ്ധിമുട്ടും പ്രയാസവും ഞാൻ അനുഭവിക്കണോണ്ട് എന്ത് ചെയ്യും? എനിക്ക് നാളെ പരലോകത്തിന്റെ പാപങ്ങളൊക്കെ പുറത്ത് പഠിച്ചോ സ്വർഗം തരും, അൽഹംദുലില്ലാ, എനിക്കത് കിട്ടിയാൽ മതി. എത്ര അങ്ങനെയുള്ള ആൾക്കാരെ നമ്മളൊക്കെ നമ്മളെ പ്രവർത്തകരായിട്ടുള്ള ആൾക്കാരെയൊക്കെ പിന്നെ ആശുപത്രിയിലും വീട്ടിലൊക്കെ സാധാരണ സന്ദർശിക്കാൻ ചെല്ലുന്ന സമയത്ത് നമ്മളൊന്ന് ആശ്വസിപ്പിക്കാൻ ശ്രമിക്കും. ആശ്വസിപ്പിക്കാനുള്ള വാചകങ്ങൾ തുടങ്ങുമ്പോഴേക്ക് അവർ നമ്മൾ ഇങ്ങോട്ട് ആശ്വസിപ്പിക്കും. അവർ പറയുന്നത്, എന്താ മൗലവി നിങ്ങൾ പറയണേ, നമുക്ക് ഇതൊന്നൊരു വിഷയമല്ല, നിങ്ങൾ ഒറ്റ കാര്യം ചെയ്താൽ മതി, എൻ്റെ രോഗം ഇനി മാറിയില്ലെങ്കിലും വേണ്ടില്ല, മരിക്കുമ്പോൾ ഈമാൻ കിട്ടിങ്ങാണ്ട് മരിക്കാനും ഞാൻ ഈ അനുഭവിക്കുന്ന വേദനക്കൊക്കെ കൂലിട്ടാൻ നിങ്ങൾ പ്രാർത്ഥിച്ചാൽ മതി. ഒരു വിശ്വാസം നോക്കി നിങ്ങൾ. ഇതാണ് ഒരു വിശ്വാസിക്ക് പരീക്ഷണങ്ങളോട് ഉണ്ടാകേണ്ട കാഴ്ചപ്പാട് എന്ന് പറയുന്നത്. ആ കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് മുന്നോട്ട് പോവുകയാണെങ്കിൽ ഒരു വിഷയമല്ല. നമ്മൾ ദുനിയാവ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിക്കുന്നവർക്കാണ് എല്ലാ ചോദ്യങ്ങളും ഒരു പ്രശ്നമായിട്ട് വരുന്നത്. അപ്പൊ വിമാനം പിന്നെ ഇടിച്ചാൽ അതിൽ മരിച്ചു പോയ എന്താ പിന്നെ? അല്ലേ? പത്രക്കാരൊക്കെ കൈമലർത്തുകയാണ്, റിപ്പോർട്ടർമാരൊക്കെ കൈമലർത്തുകയാണ്. ഇവരെങ്ങനെ ആശ്വസിപ്പിക്കുന്നു നമുക്ക് അറിയുന്നില്ല. അല്ലേ? ചൂരൽമലയിലും മുണ്ടക്കൈയിലും പ്രളയം ഉണ്ടായപ്പോൾ ആളുകൾ ഒലിച്ചുപോയി. അവരെ മൈക്ക് പിടിച്ചു കൊടുത്തിട്ട് പിന്നെ റിപ്പോർട്ടർമാർ നിന്നുകാണ്ട് കരയാണ്. ഇവരെ ആശ്വസിപ്പിക്കാൻ നമുക്ക് വാക്കുകളില്ല. ഒരിക്കലും വിശ്വാസികൾക്ക് അങ്ങനെ വാക്കുകളില്ലാത്തൊരു പ്രശ്നമല്ല. നമുക്ക് വാക്കുണ്ട്. നമ്മളെ വാക്കെന്താ? വിശ്വാസിയാണോ മനുഷ്യന്മാര്, അവരിതിലൊന്നും ഒരു പ്രശ്നമല്ല. എന്ത് സംഭവിച്ചാലും ജീവിതം ഇവിടെയല്ല, ജീവിതം എവിടെയാണ്? പരലോകത്താണ്. ആ പരലോകത്തുള്ള പാതയെ നമ്മളടുത്തുണ്ടെങ്കിൽ ഇവിടെയുള്ള പ്രശ്നങ്ങളൊന്നും പ്രശ്നങ്ങളല്ല, ഇവിടെയുള്ള ബുദ്ധിമുട്ടുകളൊന്നും ബുദ്ധിമുട്ടുകളല്ല. അതേപോലെ തന്നെ ഇവിടെയുള്ള അനുഗ്രഹങ്ങളൊന്നും അനുഗ്രഹങ്ങളല്ല, ഇവിടെയുള്ള സൗകര്യങ്ങളൊന്നും സൗകര്യങ്ങളല്ല. യഥാർത്ഥ സൗകര്യം എന്ന് പറയുന്നത് നാളെ പരലോകത്ത് സ്വർഗമാകുന്ന സൗകര്യമാണ്. ആ സ്വർഗമാണ് നമ്മുടെ ലക്ഷ്യം. ആ ലക്ഷ്യം മുന്നിൽ വെച്ചുകൊണ്ടായിരിക്കണം നമ്മൾ യാത്ര ചെയ്യേണ്ടത്. നമ്മള് മഞ്ചേരിയിൽ നിന്ന് നിങ്ങൾ കൊണ്ടോട്ടി മാപ്പിൽ അടിച്ചു കൊടുത്തിട്ടാണ് വണ്ടി ഓടിക്കുന്നത് കരുതുക. കൊണ്ടോട്ടി വരെ നിങ്ങൾ അടിച്ചു കൊടുത്തിട്ടുള്ളൂ. കൊണ്ടോട്ടി എത്തുമ്പോൾ ആ മാപ്പ് എന്ത് ചെയ്യുമെന്നറിയോ? ഇങ്ങനെ വട്ടം കറങ്ങും. കഴിഞ്ഞു പറയും. ഒരു പ്രത്യേക സൗണ്ട് വരൂലേ? അല്ലേ? കഴിഞ്ഞ്. എന്നാൽ കോഴിക്കോട് അടിച്ചു കൊടുത്തിട്ടാ പോകുന്നത് വെച്ചാൽ കൊണ്ടോട്ടി എത്തിയാലും നമുക്കൊരു പ്രതീക്ഷ ഉണ്ടെന്ത് കോഴിക്കോട്ടേക്കാണ് പോകണത്. മനസ്സിലായോ? അതേപോലെ ജീവിതത്തിന്റെ ലക്ഷ്യം സെറ്റ് ചെയ്യുമ്പോൾ നമ്മൾ ദുനിയാവിൽ സെറ്റ് ചെയ്തവർക്കാണ് എന്ത് പ്രശ്നങ്ങളും പ്രയാസവും പരീക്ഷണവും വരുമ്പോൾ ആശയക്കുഴപ്പം. അറ്റാക്ക് വന്നു, ഞാൻ എന്താ ചെയ്യുക? ഞാൻ മരിച്ചു, ഞാൻ എന്താ ചെയ്യുക? എൻ്റെ കുട്ടിക്ക് അസുഖം ഉണ്ടായി, ഞാൻ എന്താ ചെയ്യുക? എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട്, ഞാൻ എന്താ ചെയ്യുക? അവിടെയാണ് നമ്മൾ ഉത്തരം എന്ത്? ഇതല്ല എൻ്റെ ജീവിതം. എൻ്റെ ജീവിതം എവിടെ? പരലോകത്താണ്.
എന്റെ കുട്ടിക്ക് കല്യാണം ശരിയായിട്ടില്ല, എന്താ ചെയ്യാ? അതിനൊക്കെ ഉത്തരണ്ട്. ഇന്നമാ തുവഫൗന ഉജൂറക്കും യൗമൽ ഖിയാമ ഫമൻ സുഹ്സിയ അനിന്നാർ വഉദ്ഖിലൽ ജന്ന ഫഖദ് ഫാസ്. ആര് സ്വർഗ്ഗത്തിൽ പ്രവേശിക്കുന്നുവോ, നരകാഗ്നിയിൽ നിന്ന് രക്ഷപ്പെടുന്നുവോ, ഫഖദ് ഫാസ്, അവരാണ് വിജയിച്ചവർ. കുട്ടികളോട് ഞാൻ പറയാം, നിങ്ങൾ +2-നും അതേപോലെ തന്നെ SSLC-ക്കും മാർക്ക് വാങ്ങിയത് വലിയ മാർക്കാണ്, പക്ഷെ അത് വലിയ വിജയമാണ്. പക്ഷെ അതല്ല ശാശ്വതമായ വിജയം. കച്ചവടക്കാരോട് ഞാൻ പറയാണ്, നിങ്ങളുടെ കച്ചവടത്തിൽ കിട്ടുന്ന ലാഭം വിജയമാണ്, പക്ഷെ അത് ശാശ്വതമായ വിജയമല്ല. ഉപതെരഞ്ഞെടുപ്പാകട്ടെ, നിയമസഭാ തെരഞ്ഞെടുപ്പാകട്ടെ, ലോക്സഭാ തെരഞ്ഞെടുപ്പാകട്ടെ, അതിൽ കിട്ടുന്ന ഭൂരിപക്ഷം ഒരു വിജയമാണ്. പക്ഷേ ജീവിതത്തിന്റെ യഥാർത്ഥ വിജയം ആ ഭൂരിപക്ഷമല്ല, ആ വിജയമല്ല, പരലോകത്തുള്ള വിജയമാണ്. മനുഷ്യന്മാർക്ക് പരലോകത്തുള്ള വിജയമാണ്. നമുക്ക് ആ സ്വർഗം കിട്ടണം, അതിനുള്ള പണി നമുക്ക് എടുക്കണം, അതിനുള്ള ചെറിയൊരു കാലയളവ് പടച്ചോ നമുക്ക് തന്നിരിക്കുകയാണ്. ഈ വിശ്വാസത്തോടു കൂടിയായിരിക്കണം നമ്മൾ പരീക്ഷണങ്ങളെ മുന്നിൽ കാണേണ്ടത് എന്നാണ് എനിക്ക് സൂചിപ്പിക്കാനുള്ളത്. ഞാൻ എൻ്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഈ കാര്യം മനസ്സിൽ വെച്ചുകൊണ്ട് ജീവിതത്തിലുണ്ടാകുന്ന ഏത് ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും പുഞ്ചിരിയോടുകൂടി അതിനെ സ്വീകരിക്കാൻ, അതിലൊക്കെ റബ്ബിൽ തവക്കുലാക്കിക്കൊണ്ട് അള്ളാഹുവിലേക്ക് കൂടുതൽ ഇസ്തിഗ്ഫാറോടുകൂടി നമ്മൾ മടങ്ങി അള്ളാഹുവിന് ഒരു തൗബ ചെയ്ത് പരമാവധി നമ്മുടെ ആരാധനാ കർമ്മങ്ങളിൽ സൂക്ഷ്മത പുലർത്തി ഇതുപോലെയുള്ള വിജ്ഞാനവേദികളിൽ പങ്കെടുത്ത് ജീവിതത്തിൻ്റെ ഓരോ സന്ദർഭവും പരലോകത്തേക്കുള്ളൊരു മുതൽക്കൂട്ടാക്കി നമ്മൾ മുന്നോട്ട് പോവുക. നമ്മുടെ ഒഴിവു സമയങ്ങൾ പരമാവധി ദീനി ദഅവത്തിന്റെ മാർഗത്തിൽ നമ്മൾ ചെലവഴിക്കുക. ദീനിൻ്റെ ഒരു നല്ല സംരംഭം വന്നു കഴിഞ്ഞാൽ നമ്മുടെ സമ്പത്ത് എല്ലാത്തിനും ചെലവാക്കിയിട്ട് ബാക്കിയുണ്ടെങ്കിൽ കൊടുക്കുക എന്നുള്ളതല്ല, കുറച്ച് ബുദ്ധിമുട്ടുണ്ടെങ്കിലും അള്ളാന്റെ കാര്യത്തിന് നമ്മൾ കൊടുക്കുക. അതാണ് നമ്മുടെ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. ശരിക്കും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. അതാണ് ശരിയായ ഇൻവെസ്റ്റ്മെന്റ് എന്ന് പറയുന്നത്. അതേ ഉണ്ടാവുള്ളൂ. ഇപ്പോൾ ഈ കോഴിക്കോട് വിസ്ഡം ഹൗസൊക്കെ വരുന്നുണ്ട്. അതിനൊക്കെ നമ്മൾ എന്തെങ്കിലും ഒരു എമൗണ്ട് കൊടുത്താൽ നമ്മൾ ആലോചിച്ചോളി, അവിടെ വിശാലമായ പള്ളി വരുന്നു. അതോടൊപ്പം തന്നെ ഈ ലോകം അവസാനിക്കുന്നത് വരെ മലയാളികൾ എവിടെ കണ്ടോ അവിടേക്കൊക്കെ ഉള്ള ദഅവ പ്രവർത്തനം നടക്കുന്ന ഒരു കേന്ദ്ര എഞ്ചിനാണ്, നമ്മുടെ സംഘടനയുടെ എഞ്ചിനാണ്. അപ്പോൾ അതിനൊക്കെ എന്തെങ്കിലും കൊടുത്താൽ മരിച്ചു പോയാലും അത് നമ്മളെ കബർക്ക് ഇങ്ങനെ വന്നുകൊടുക്കും. അങ്ങനെ മനസ്സിലാക്കി നന്മയുടെ മുഴുവൻ സന്ദർഭങ്ങളെയും അതിനോട് നല്ല മനസ്സോടുകൂടി പ്രതികരിച്ചുകൊണ്ട് മുന്നോട്ട് പോവുക. അതിനുള്ള തൗഫീക്ക് അള്ളാഹു നമുക്ക് എല്ലാവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. ഈ ഒരുമിച്ച് കൂടൽ സ്വാലിഹായ അമലായി പരിഗണിച്ച് തക്കതായ പ്രതിഫലം അള്ളാഹു നമുക്ക് എല്ലാവർക്കും നൽകുമാറാകട്ടെ. നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ. നാളെ പരലോകത്ത് ഉന്നതമായ സ്വർഗം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കൂട്ടത്തിൽ രോഗം കൊണ്ട് കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹു സമ്പൂർണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയ നമ്മുടെ മാതാപിതാക്കൾ, ബന്ധുമിത്രാദികൾ, പണ്ഡിതന്മാർ, അവരുടെയൊക്കെ കബറിടം അള്ളാഹു വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ. വിവാഹം കഴിഞ്ഞിട്ടും ഇതുവരെയും സന്താന സൗഭാഗ്യമില്ലാത്ത ഒരുപാട് ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ സ്വാലിഹീങ്ങളായ സന്താനങ്ങളെ നൽകി അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. ജീവിത പ്രാരാബ്ധം കൊണ്ട് ബുദ്ധിമുട്ടുന്ന, മഈശത്തിന് ബുദ്ധിമുട്ടുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിലുണ്ട്. അവർക്കൊക്കെ അവരുടെ ജീവിതത്തിൽ ഒരു തുറവി അള്ളാഹു പ്രദാനം ചെയ്യുമാറാകട്ടെ. റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസനതൻ വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബന്നാർ. ആമീൻ യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.